ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. இவனுக்கு என்னடி குறைச்சல்? அழகு இல்லையா, அந்தஸ்து இல்லையா? காங்கேயன் கால மாதிரி ஜிக்குன்னு இருக்கான். என்னடி பிரச்சனை உனக்கு? அப்ப எனக்கு ஒரு பையனை பிடிக்கும். நீங்க என்ன சொன்னாலும் நான் அவனை தான் கல்யாணம் பண்ணுவேங்க. பங்காளி, வரும் புதன்கிழமை நீங்க அங்க வந்துடு. அந்த நேரத்தை ஐயோ, என்ன அது உங்க போன் ஐயா. அப்பா, என்னால அவனை மறக்க முடியாதப்பா. இந்த நாள் வரைக்கும் நீங்க சொல்ற மாதிரி தான் நான் கேட்டிருக்கேன். இந்த விஷயாவது நான் சொன்ன நீங்க கொஞ்சம் கேளு. உங்க ஆசீர்வாதத்தோட தான் நாங்க கல்யாணம் பண்ணிக்கணும். மண்ணாங்கட்டி ஆசீர்வாதம். இந்த முகூர்த்தத்துல உனக்கு கல்யாணம். நான்
நான் சொல்றவனுக்கு தான் நீ கழுத்து. அதே நேரத்துல நான் சொல்ற நீங்களும் கொஞ்சம் கேளுப்பா. என் கழுத்துல தாலி ஏறணும்னா அது எனக்கு பிடிச்சவன் தான் இருக்கணும். உங்களை மாதிரி கௌரவம் வைராகியம் எனக்கும் இருக்கு. ஏன்னா நான் உங்க பொண்ணு. என் பொண்ணுதான். அடியே பார், இவன் கூட தான் உனக்கு கல்யாணம். வீட்டை விட்டு வெளியே போன உன்னை வெட்டி புதைச்சிருவேன். ஏய் வண்டியடா. തീപ്പെട്ടിയാണോ ബ്രോ? തീപ്പെട്ടിയാ എന്റെ കയ്യിലില്ല. ഇന്നോറയിലുണ്ട്. ആ ദോ ആയിരിക്കും ആളെ കണ്ട. ആ അങ്ങേരത്തുണ്ടാവും. പണിക്കാരനാ. താങ്ക്സ് ബ്രോ. ആ ബ്രോ. ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ? ഉണ്ടാ തീപ്പെട്ടി? ഇല്ല. ഇല്ലേ? അപ്പൊ ഒന്ന് സ്മോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്താ വഴി? ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. നോ 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 യു ആർ ലൈ. ചേട്ടനെ കണ്ടെത്താൻ അറിഞ്ഞൂടെ? ഇരുന്ന ഇരിപ്പി 2 പാക്കറ്റെങ്കിലും വലിച്ചു കയറ്റും. ശാന്തപ്പണ്ണ ചെറുതാ, ഇത് മതിയാവോ? ആ ഇതൊക്കെ മതിയടപ്പനെ. എക്സ്ക്യൂസ് മീ. കർത്താവിന്റെ തീപ്പെട്ടി. അയ്യോ ഇപ്പോഴൊരാശ്വാസമായി. ഈ തണുപ്പത്ത് ഇതിലാ പറ്റൂല. നല്ല ദേഹം അനങ്ങിയാലും മതി. അപ്പൊ ശരി, ഇനി താമസിച്ചാ തന്തപ്പടിയും കൊണ്ടുവരും. നമ്മക്കിനിയും കാണണം കേട്ടാ. എനിക്ക് ആവശ്യമുണ്ട്. കൊള്ളത്താടി കൊണ്ടവരെയും കഞ്ചാവും കാണണം. കണ്ടിരിക്കും. ഇവന്റെ അഡ്മിഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കാം. ശരി, ഓക്കെ. ജോയി ഫാദറേ ഇപ്പൊ കേട്ടാ. ഓക്കെ. നമസ്കാരം. ദൈവമേ താടി, ഇയാളെന്താ ഈ വേഷത്തില്? കൊലുസൂമ്പി. ഫാദർ, ഞാൻ വിളിച്ചിരുന്നു ഇവന്റെ അഡ്മിഷന്റെ കാര്യം. ഒരിക്കലും നടക്കില്ല. ഇവന്റെ അഡ്മിഷന്റെ കാര്യം ഒരിക്കലും നടക്കില്ലെന്ന്. എന്തു പറ്റി ഫാദർ? അപ്പൊ എങ്ങനെയാട്ടാ ഇവിടെ സ്റ്റഫ് കിട്ടുമോ? എന്താ സ്റ്റഫേ? മനസ്സിലായില്ല. ചടയൻ. ഇല്ല. ആ ഒരൊറ്റ പ്രതീക്ഷയല്ല ഞാനിവിടെ വന്നത്. എല്ലാം ഓക്കെ ആയില്ലേ? സർ, ഇതൊരു പവിത്രമായ സ്ഥാപനമാണ്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും എന്റെ കുഞ്ഞുങ്ങളാണ്. നല്ല കുടുംബത്തിൽ നിന്ന് വന്ന അവർ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയാണ് ഇവിടെ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ഇവനെ പോലെ ഒരുത്തന് എങ്ങനെ ഞാൻ അഡ്മിഷൻ കൊടുക്കും? നഞ്ച് എന്തിന് നന്നാഴി. ഇതെന്റെ ഹോസ്റ്റലാ. ഇവിടെ ആരെന്ത് ചെയ്താലും ഞാൻ അറിയും. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. എന്നാ നിങ്ങൾ വിട്ടാട്ടെ, പ്രാർത്ഥനയ്ക്ക് സമയമായി. നീ വീട്ടിലോട്ട് വാടാ. ശരി ഫാദർ. ഒന്ന് നിന്നേ. മകന്റെ TC കോളേജിൽ തയ്യാറായിരിപ്പുണ്ട്. പോകുമ്പോൾ അതുകൂടെ മേടിച്ചോണ്ട് പൊയ്ക്കോ. ചിറകാട്ടും പെൺതുമ്പികൾ ചിരിനീട്ടി പറന്നെങ്ങും അതിനുള്ളിൽ ചെന്നെത്തുവാൻ വഴിയെല്ലാം തേടി നമ്മൾ. നോക്കും വാക്കും നീളെ തേനും പാലും തൂകി എന്നിട്ടും വീഴും
മാർഗങ്ങളെ ചേർത്തു വെച്ചു ഞാൻ ഇക്കരങ്ങളിൽ നെഞ്ചിനുള്ളിൽ നാരവങ്ങളെ താളത്തിന് കാതോർക്കുന്നു ഞങ്ങൾ ദിനങ്ങളെ തേഴ് നിറങ്ങൾ തേടിയറിയുന്നു പാദങ്ങൾ പറവകളുടെ ചിറകുടി ചുലകത്തിൽ ഒരു കുലപതിയത് ഞാൻ കഥ പറഞ്ഞത് മതി ഇനി വരുന്നത് തലവിധി പ്രതിവിധി ഗണപതി കുരുത്തേങ്ങ ഇനി പെരുവഴി അത് പുതുവഴി പരിമിതിയില്ലാത്ത കനവുകളിലൂടെ പടവുകൾ കയറും ഇന്നു ഞാൻ കടമ്പകൾ ചാടും ഇന്നു ഞാൻ ചുവടുകൾ മതറാതെ വച്ച് പുലിപ്പോൾ കുതിച്ചു പുതുജീവിതത്തിനിൽ ആരംഭം ഈ ലോകമെതിരെ നിന്നാലും ഇനി തല താഴ്ചക്കില്ല ഞാൻ ഈ ജന്മം നോക്കും വാക്കും നീളെ തേനും പാലും തൂകി എന്നിട്ടും വീണല്ലേ ശാരി പോയാൽ മേരി അവളും പോയാൽ രാജേശ്വരി ഒരു നാളിൽ കനവിൽ നോക്കി പാടുന്ന എന്റെ മാവം പൂത്തേ നിന്റെ മാവം പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവം പൂത്തേ നിന്റെ മാവം പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവം പൂത്തേ നിന്റെ മാവം പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവം പൂത്തേ നിന്റെ മാവം പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ നീ പോയില്ലേ? ആണോ എന്റെ കാശില്ലെന്നാ. മോനെ, ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. പക്ഷെ എന്റെ നടത്തിപ്പിനുള്ള ചില അടിസ്ഥാന ചെലവുകളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എങ്ങനെയെങ്കിലും എന്നെ കൂടെ ആഡ് ചെയ്യണം. മോനെ, വാട്സാപ്പ് ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, കാശൊക്കെ കൊടുക്കണം. സണ്ണിയുടെ ഒരു റെയർ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ മതി. എന്ന് താണ നീ നിക്കണോ മാർക്കണ്ട, ഇവന്മാരൊക്കെ ഇത് മേടിക്കാൻ തന്നെ ഇവിടെ നിൽക്കണം. മെസ് ബില്ല് അടച്ചില്ലേ ഒരു കൃത്യമായിട്ട് എന്റെ കാശ് അടയ്ക്കും. എന്തുകൊണ്ടാ? ഈ വെടിക്കെട്ട് ഗ്രൂപ്പ് അവരെ ചതിക്കില്ലെന്നറിയാം. കണ്ടുപിടുത്തൊന്നും ഞങ്ങൾ സപ്ലൈയർ പോലും ഇല്ല. അതുകൊണ്ട് നീ നേരെ അടുത്തോ. മന്ത്ലി ആണോ വീക്കിലി ആണോ? മന്ത്ലി. കാടാ നോക്കിക്കട കേറാ. 6:30 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 6:30 മണിക്ക് ഞാൻ നടക്കും കേട്ടാ. നീ എന്തുവാടാ ഈ പറയുന്ന? കളിക്കല്ലേ. നീ പറഞ്ഞ അവധി നാളെ കഴിയുക. ഇന്ന് രാവിലെ കൂടെ അച്ഛൻ വിളിച്ചിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോ കഴുത്തിൽ മാല കണ്ടില്ലെങ്കിൽ പിന്നെ കഴുത്തിന് മുകളിൽ തല കാണില്ല. അതെ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് എന്റെ ഫേസ്ബുക്കിൽ ആന്റി കറപ്ഷൻ ക്യാമ്പയിന് നിന്റെ വകയെ തുച്ഛമായ 1000 ലൈക്ക് ഒപ്പിച്ചേരാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. എടാ, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഏത് പാലം? കാശില്ലേ അളിയാ, ദ മണി യു ഡെപ്പോസിറ്റ് ഇൻ ഹാരിസ് ഫിനാൻസ് ഈസ് സേഫ്. ഡോണ്ട് വറിടാ. തൽക്കാലം നീ വല്ല 1 gram ഗോൾഡും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എടാ, നിനക്ക് നഷ്ടപ്പെടുന്ന വെറും ഒരു തരി പൊന്ന്, കിട്ടുന്നതോ പുതിയൊരു ഇന്ത്യയും. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഡാ. അപ്പൊ ഓക്കെ മച്ചാ, ബൈ. ഓക്കെ, ലൈക്ക് മറക്കണ്ട. സ്വിച്ച് ഓഫാ. എന്റെ മാല പോയി. അതെ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഈ 1 gram തങ്കത്തിൽ പൊതിഞ്ഞ മാല വെയിലുണ്ടാ കറക്കോ? എനിക്കറിയില്ല. അതെ, കുട്ടിയല്ലല്ലോ, എങ്ങനെ അറിയാൻ? എല്ലാം ഞാൻ അറിയേണ്ടതായിരുന്നു. എന്താ ചുറ്റിക്കളി? നീ ക്ലാസ്സിൽ പോകണ്ടേ? ഇല്ല, ഹോസ്റ്റലിൽ തിരിച്ചു. ഇവിടെ കൊണ്ടാ ഇവൻ എന്താ ഇങ്ങനെ? അതെന്നോടാണോ ചോദിക്കുന്നത്? അയ്യോ, ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. അതെ, ഇയാള് ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? അതെ. ഈ കോളേജിന്റെ ഹോസ്റ്റലിലോ? അതെ. എന്താ? എനി ഫിനാൻഷ്യൽ പ്രോബ്ലം? കാശിന് ആവശ്യമുണ്ടോന്ന്? ഉണ്ടെങ്കിൽ എത്ര വേണം? 20,000 രൂപ. ഞാൻ തന്നാ മതിയോ? തരുവോ?
തരാന്ന്. വളരെ നന്ദിയുണ്ട് കുട്ടി. ഇക്കാലത്ത് വെറുതെ ഒരാൾ 20,000 രൂപയൊക്കെ തരാന്ന് വെച്ചാ ആ കാലെന്തിയെ? വെറുതെയോ? പിന്നെ പകരം എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താണ് പറയൂ. ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കേട്ടണം. പിന്നെന്താ? എന്താ? ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കേട്ടണം. എന്തിന്? ചുമ്മാ ഒരു രസം. ജീവിതത്തിൽ കുറച്ചൊക്കെ അഡ്വഞ്ചർ വേണ്ടേ? പോവിടുന്നു, ചുമ്മാ തമാശ പറയാതെ. ഐ എം സീരിയസ് യാർ. തനിക്ക് 20,000 രൂപ വേണമെങ്കിൽ മതി. അല്ല, 20,000 രൂപയ്ക്ക് വേറെ എന്തെങ്കിലും സഹായം ചെയ്തെന്നാ പോരെ? ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി വേണം ഞാൻ കുട്ടിയുടെ ഹോസ്റ്റലിൽ വരാം. അതും ഒരു അഡ്വഞ്ചർ അല്ലേ? അല്ല, എന്തിനാ ഇത്ര പേടിക്കുന്നത്? ഒരു മെൻസ് ഹോസ്റ്റലിൽ പുറത്തുനിന്ന് ഒരാളെ കേട്ടാൻ ഇത്ര പാടാണോ? അതും തന്നെ പോലെ ഒരാണിന്. അയ്യേ, പേടിയോ? എനിക്കോ? പുഷ്പം പോലെ ഞാൻ കയറ്റും. അതിന് 100 വഴികളുണ്ട്. എന്നാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു സമയം വച്ച് നോക്കുമ്പോ ഇതൊരു പണിയാവില്ലേ? ഇപ്പൊ എന്നെ കേട്ടാമോ? എന്നാലും അതെ, ആ കാശിങ്ങിതാ. താൻ എന്നെ കേട്ടണ്ട. ഞാൻ വേറെ ഏതെങ്കിലും ആണിന് കൊടുത്തോളാം. വേണ്ട 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 വേണ്ട, ഞാൻ കയറ്റാം. ചുമ്മാ കയറ്റിയാ മാത്രം പോരെ എന്നെ. ഇന്ന് തന്നെ തിരിച്ചിറക്കുകയും വേണം. അല്ല, നിന്നെ ഞാൻ എൻ്റെ കൂടെ കയറ്റി താമസിപ്പിക്കാം. 5 മിനിറ്റ്, അത് കഴിഞ്ഞ് ഇറങ്ങിക്കോണം. ഓക്കെ, അപ്പൊ ശരി. അതിഷ്ടലക്ഷ്മി. എന്റെ പേര് അതിഷ്ടലക്ഷ്മി. ഭാനുപ്രസാദ്. എടാ മോനെ, നീ ഇത് കളയാതെ നിന്റെ അച്ഛൻ്റെ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ ഇന്ന് തിരിച്ചു പോവുക. സമയം കിട്ടിയില്ല നിന്റെ വീട്ടിൽ പോവാൻ. അതാ നിന്റെ ഈ തരുന്നത്. കുപ്പി എന്നും പറഞ്ഞ് ചാവുമല്ലായിരുന്നോ നിന്റെ അച്ഛൻ? അറിയാവില്ല അയാളുടെ സ്വഭാവം. അയാൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഈ ഭൂലോകം മുഴുവൻ ഇളക്കി മറിക്കും. ആ മോനെ, ഈ കുപ്പി ഹോസ്റ്റൽ പ്രശ്നമുണ്ടോ? ഫാദർ കണ്ട പണിയാ. ആണോ? എന്നാലും സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മോനൊരു കൂട്ടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ചോക്ലേറ്റ്. താങ്ക് യു. വെൽക്കം. ടാറ്റാ. നിങ്ങളുടെ ചോക്ലേറ്റ് പേട്ട തലയാ. പറ്റില്ല പറ്റില്ല പറ്റില്ല. കുപ്പി എനിക്ക് അച്ഛന് കൊടുത്തേ പറ്റൂ. ഒരു തുള്ളിയെങ്കിലും പറ്റില്ല. ഇതിന്റെ രുചി അറിയാനെങ്കിലും. പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലയോ? മാത്രമല്ല, ഇതൊന്നും കുടിക്കാനുള്ളൊരു സ്റ്റാൻഡേർഡ് നിനക്കൊന്നും ആയിട്ടില്ല. ഓഹോ, അങ്ങനെ. എന്നാ ഓക്കെ, ഞങ്ങക്ക് വേണ്ട. എന്തുവാടേ അളിയാ, നീ പടത്തിന് വരുന്നുണ്ടോ? കീട്ടിലും പടമാണെന്നാണ് കേട്ടത്. ഐറ്റ സോങ്ങില്ലേ 3 കുലസിനും വാളിയാ വരുന്നില്ലേ? ഇന്നോ? ഇന്ന് എനിക്ക് സുഖം കാണത്തില്ല. സുഖം കാണത്തില്ലല്ലോ? അതെന്തുവാ? അല്ല, എന്നാ സുഖമില്ല. എന്തുപറ്റി? നല്ല തലവേദന. വയറ്റിലോ? അല്ല, തലയിൽ. അളിയ ഹോസ്റ്റലിൽ മുഴുവനുണ്ട്, നമുക്ക് പൊളിക്കാം. നിങ്ങൾ പൊളിച്ചോ? നല്ല സുഖം തോന്നില്ല. കോശി, നീ ഇത് കേട്ടാ? മിണ്ടാതിരിയടേ. നീ അവന്റെ ഒരുക്കം കണ്ട? നാളെ ഏതോ പെണ്ണിന്റെ സമയം അടുത്തിട്ടുണ്ട്. എന്താ അളിയ എന്റെ കുട്ടൻസ്? പുല്ലൻ ആഴ്ച ഓരോ ലൈനാ. അളിയ അവനെക്കാട്ട് സൗന്ദര്യം ഇല്ല അളിയ എനിക്ക്. എന്നിട്ട് എനിക്ക് മാത്രം എന്താ അളിയ ഒരുത്തി വളയാത്ത? അളിയ ലുക്കിലല്ല, അതോ വർക്കിലാണ് കാര്യം. പുതിയ ലൈൻ 2 ദിവസം മുമ്പ് ബ്രേക്ക് ആയെന്നാ കേട്ടെ. ഓ, അപ്പൊ അടുത്തവള വളയ്ക്കാനുള്ള വടിക്കലാണ്. എന്തായാലും തന്തേം തള്ളെ അറിഞ്ഞിട്ട പേരാ പ്രേംരാജ്. എന്നാ അമ്മച്ചി, എന്നാ വല്ല ഏനക്കേട് തോന്നുന്നുണ്ടോ? എന്താ അമ്മച്ചി? അവിടെ എന്നാ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അമ്മച്ചി.
എന്ത് കഷ്ടമാണോ ഈ പാതിരാത്രി ആകുമ്പോൾ തള്ളയുടെ ഒടുക്കത്തെ ഒരു മണിയടി. തളർന്നു കിടന്നാലും തള്ള സ്വൈര്യം തരത്തില്ലല്ലോ. ഓ ഇരുട്ടത്ത് വല്ല കാലിലും കാണുന്നായിരിക്കും. നിങ്ങളിങ്ങ് വന്നേ. പെട്ടെന്ന് ഇറങ്ങുന്നു. എത്ര നേരമായി? കാമുകനായിരിക്കും, ഒളിച്ചോട്ടമായിരിക്കും. അല്ല, അച്ഛനാ മോളെ കോളേജ് ചേർക്കാൻ കൊണ്ടുപോവാ. എടുത്തോണ്ട് പോടാ നിന്റെ പാട്ടവണ്ടി. ഓ ശരി. പതുക്കെ ഇങ്ങോട്ട് വാ. നോക്കിയിറങ്ങും. പതുക്കെ ബാക്കിൽ പുറകോട്ട് ഇറങ്ങും. വാ, സൂക്ഷിച്ചു ആരുമില്ലല്ലോ പഠിച്ചോനെ. വാ, ഇതാ ഞങ്ങളുടെ ഒരു വഴി. താൻ ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ? വിചാരിക്കുന്നില്ല അത്ര എളുപ്പമില്ല. ഞാൻ കരാട്ടെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. വാ. വരുന്നില്ലേ? വാ. അതെ, നമ്മൾ ആരെങ്കിലും കാണുമോ? ഏയ്, എനിക്ക് മാത്രമായിട്ട് എഴുതി തന്നിരിക്കല്ലേ ഹോസ്റ്റലിൽ. പിന്നെ കാണാതെ പിന്നെങ്ങനെയാ നമ്മള്? മിക്കവാറും എല്ലാവരും പടത്തിന് പോയി കാണും. അത്രേ ആശ്വാസം. ബാക്കിയെല്ലാം പുസ്തകപ്പുഴുക്കളാ, പുറത്തിറങ്ങത്തില്ല. പിന്നൊരു പാരയുള്ളത് ശാന്തപ്പന, സ്റ്റാഫ്. പക്ഷെ അവനൊരു മണ്ടന. നമുക്ക് പറ്റിക്കാം. പക്ഷെ ഒരാളുണ്ട്, ആൽഫ്രഡ് കാട്ടുവെളിയിലച്ഛൻ. പാടന അങ്ങയുടെ മുന്നിലെങ്ങനെ ചെന്ന് പെട്ട പിന്നെ തീർന്നല്ല. വാ. അറിയാൻ മേലാണ്ട് ചോദിക്കും. മറ്റേ ഈ നട്ടപ്പാതിരിക്ക് മെൻസോസിൽ വലിയ തനിക്കെന്താ ഭ്രാന്തുണ്ടോ? ആ, കയറിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് കുട്ടിക്കോ? ആരെങ്കിലും കൊല്ലാനാണോ? സത്യം പറയടി, നീ എഴുതിട്ടില്ലേ? ഓഹോ, മനസ്സിലാക്കി കളഞ്ഞു. പിന്നെ ഈ റൂം നമ്പർ 539 എവിടെയാ? എന്തിനാ 539 എവിടെയാ ചോദിച്ചേ? അതൊക്കെ പറയടി, ഈ 2 റൂം അപ്പുറത്താ. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ പറയണം. വാ. നിക്ക്. ബോംബ് വല്ലതും വെക്കാനാന്നോ? ആ, ഒരു ചെറിയ ബോംബ് വെക്കാനാണെന്ന് കൂട്ടിക്കോ. അപ്പൊ ഒരുപാട് പേര് മരിക്കില്ലേ? അതിനാണല്ലോ ബോംബ്. അതും കറക്റ്റാ. ഇത് ഇവിടെ ഇപ്പൊ എന്താ കാര്യം? നീ എന്തിനുള്ള പുറപ്പാട് അടങ്ങിയിരിക്കടി? ദൈവമേ, ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. പഠിച്ചോനെ, ഇവിടെ തന്നെ കൊലിക്ക് കൊടുക്കും. ആരുമില്ലല്ലോ. എന്താ ചെയ്യും? അലക്കൽ ഞാനാണ്. ഒന്നും പേടിക്കണ്ട. വാ. അളിയ, ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടതുപോലെ. ഞാനും കേട്ടു. വല്ല യക്ഷിയായിരിക്കൂടാ. പോയി കിടന്നുറങ്ങടേ. രക്ഷപ്പെട്ടു. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? വാ, പോവാ. ഇനി ആരുടെ മുറിയിലോട്ടാ? ആരുടെ മുറിയിലോട്ടല്ല, എന്നെ തിരിച്ചിറക്കും. അതാണോ? അതാ പിറകി ചോദിച്ചാ പോരെ. വാ. നോക്കി സൂക്ഷിച്ചു വാ. ഓട്ട് മതിയായിരുന്നു. വിട്ടു. വാ. ദൈവം ഇനിയിപ്പോ എന്ത് ചെയ്യും? അതെന്തോടാണോ ചോദിക്കുന്നത്? തൽക്കാലം ഈ ഒരു വഴിയുള്ളൂ. പിന്നെയുള്ളത് മെയിൻ എൻട്രൻസാ. അത് അച്ഛനെ പഴയ പൊട്ടിക്കാണും. പുറത്തിറക്കാതെ പറഞ്ഞിട്ടില്ല ഞാൻ കാശ് വന്ന്. അയ്യോ, ഇറക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം എന്റെ റൂമിലിരിക്കാം. വെളുപ്പിനൊരു 3-4 മണിയാകുമ്പോ എല്ലാവരും കിടന്നുറങ്ങും. അപ്പൊ പുറത്തിറങ്ങും. വാ. എന്തിനാ പേടിക്കുന്നേ? എന്നെ കണ്ടാ പേടിനായിട്ട് തോന്നുവോ? ഇനിയാണെങ്കിലും അതിനുള്ള മറുമരുന്ന് എൻ്റെ മുറി ചെന്ന് വല്ല അനാവശ്യം കാണിച്ച കുതി കീറിഞ്ഞു പറഞ്ഞേക്കാം. വാങ്ങോട്ട്.
എന്താടാ പോടാ. അവാർഡ് സിനിമ പോലെ നിൽക്കാതെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ വേഗം കയറ്. നല്ല വൃത്തിയുള്ള മുറി. സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാ. ഇരിക്കേ. ഞാനും ഇവിടെ ഇരുന്നോട്ടെ. ഇരുന്നോ? പക്ഷെ ഇതെന്റെ കയ്യിലുണ്ടെന്ന് ഓർത്താ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നോളാം. കാലത്തോട്ടേ ഇരിക്കുന്നതാ. അപ്പോ ഇനി അവരൊക്കെ പോകുന്നവരെ നമ്മളിവിടെ ഇരിക്കണോ അല്ലേ? അല്ല, കിടക്കണേ കിടന്നോ. ഞാനിവിടെ വല്ല പുസ്തകമൊക്കെ വായിച്ച് ഈ മൂലയ്ക്ക് ഇരുന്നോളാം. അയ്യേ, മോൻ പുസ്തകവും വായിച്ചോണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ അല്ലേ? എനിക്കിത് തീരെ വിശ്വാസം പോരാ. ഇത്രയൊക്കെ ആയിട്ട് എന്നെ വിശ്വാസമല്ലേ? ഇനി വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു പണിയുണ്ട്. തിരിഞ്ഞു നിൽക്ക്. എന്തിന്? തിരിഞ്ഞു നിൽക്കാൻ. നീ എന്തോ കാണിക്കുന്നേ? നീ എന്ത് ചെയ്യാൻ പോവാ? ഒന്നും ചെയ്യാൻ പോവല്ല. ഇന്നൊരു രാത്രി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ഞാനവിടെ കട്ടിലും 20,000 രൂപ എണ്ണി വാങ്ങിച്ചതല്ലേ? തന്റെ ഫോണിങ് എടുക്ക്. എന്തിനാ? വീട്ടിൽ വിളിച്ച് കാശ് ചോദിക്കാനാ? ഞങ്ങള് പാവങ്ങളാ. അലാറം വെക്കാനാ. എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു. പോക്കറ്റിലുണ്ട്. ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കുമ്പോ കയ്യിൽ കെട്ടഴിച്ചു തരാം. அதிர்ஷ்டலட்சுமி, ஏய் அதிர்ஷ்டலட்சுமி, ஏய் எங்கடி உமோல்? അവളെ കാണാനില്ല. കാണാമ? അമ്മാവൻ പോണ சேர்ந்து டிராமா பண்றீங்களா? அவன் கூட தான் ஓடி போயிருக்கணும். ഇല്ലെങ്കിൽ സായങ്കാലം വരയ്ക്കും വീട്ടിലിതായിരുന്ന. ഇപ്പോ കാണാം. ஏய் வேலுச்சாமி, வண்டியடா. രാവിലെ എഴുന്നേക്കണം, പല്ലിയേക്കണം, വിളിക്കണം. എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാ ദൈവമേ ഈ പഴമക്കാരുണ്ടാക്കി വെച്ചേക്കുന്നു. അളിയാ, അളിയോ, ഭാനു, അളിയാ, അളിയോ, ഹോയ്, അളിയാ. 8 മണിയാ. അളിയോ, അതിർഷ്ടലക്ഷ്മി, അതിർഷ്ടലക്ഷ്മി, പുറത്താളെ അഴിച്ചുവിട്. 3 മണിയായോ? അളിയാ. അയ്യോ, എന്നെ ആദ്യം അഴിച്ചു വിട്ടിട്ട് കയറി കട്ടിലടിയിലോ കാലടിയിലോ. അളിയ ഓപ്പൺ ദ ഡോർ. അളിയാ, അളിയാ ഓപ്പൺ. അളിയാ, അയ്യോ ഇത് അഴിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയത്തി കെട്ടിയാ പോരായിരുന്നോടി സാമദ്രോഹി. എന്താടേ ഇടിച്ചു പൊളിക്കോ? പൊളിക്കടാ, പൊളിക്കും പട്ടി. മര്യാദ തുറക്കുന്നുണ്ടോ? അളിയ ഞാനിതാ വരുന്നേ, വാതിൽ പൊളിക്കല്ലേ. ടൂ ലേറ്റ് അളിയാ. ഐ സെൻസ് സംതിങ് റോങ്.
ഞാൻ ഇതിപ്പോ ചവിട്ടി തുറക്കാൻ പോവാനേ. എന്തേലും എടുത്ത് തഴിച്ചു വിടറി. അവരിപ്പോ പൊളിക്കും. 3, 2, 1. എന്താടാ ഒരു കളലക്ഷണം? എന്തായിരുന്നു വാതിലടച്ചിട്ട് മുറിക്കാത്തിരുന്ന ഒരു പരിപാടി? ഒന്നുമില്ല. അല്ല, 6 മാസം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ, അപ്പോ സബ്ജക്ട്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യായിരുന്നു. പിന്നെ എക്കണോമിക്സ് പരീക്ഷയ്ക്ക് കെമിസ്ട്രി ബുക്ക് തുണ്ടുണ്ടായി നീയല്ലേ 6 മാസം മുമ്പ് റിഹേഴ്സല്? മാറിയ നീ എങ്ങോട്ടാ തള്ളിക്കേരി പോന്നേ? പേസ്റ്റ് ഉണ്ടോ അളിയ? എന്റെ പേസ്റ്റ് തീർന്നെന്ന് തോന്നുന്നു. പേസ്റ്റ് തീർന്നെന്നോ? അതിന് നീ എന്നാ സ്വന്തമായിട്ട് പേസ്റ്റ് വാങ്ങിച്ചത്? താമാശ കളളിയ. പേസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം പുറത്തു കൊണ്ടുപോയി ആവശ്യത്തിന് പല്ലി വെച്ചോ. പോയെ എന്തിനാ ഇത് വിടുന്നോട്ടെ, ആവശ്യം ഞാൻ വന്ന് എടുത്തോളാം. നീ എന്തുവാടി കാണിക്കുന്നു? ഇനി ഇപ്പൊ ഈ പേസ്റ്റിനടുപ്പ് താഴെ പോണം, അതൊരുണ്ട് കട്ടിലിനടി പോണം. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ? അതെന്താ, നീ കട്ടിലിനടിയിൽ പെണ്ണെ വല്ലതും കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ശരിക്കും കയറ്റി പോലത്തെ പേടിയുണ്ടോ? 3 മണിക്ക് എന്താ അലാറം അടിക്കാൻ? സത്യം പറഞ്ഞു, നീ എഴുന്നേറ്റ് ഓഫ് ആക്കിയതല്ലേ? ആനടി, ഞാൻ രാത്രി കെട്ടഴിച്ചു വന്ന് അലാം ഓഫ് ആക്കിയിട്ട് പിന്നെയും പോയി തന്നെ കെട്ടിയിട്ടു. ഒന്ന് പോടി വേണേ. നിന്നെ ഇവിടുന്ന് ഒഴിവാക്കേണ്ടത് നിന്നേക്കാളും ആവശ്യം എനിക്കാ. ഓ സോറി. ഇനിയിപ്പോ പുറത്തിറങ്ങാൻ എന്താ ഒരു വഴി? ഹലോ കോശി, സുഖമാണല്ലോ? വേറെ വിശേഷങ്ങളൊന്നുമില്ലോ? അപ്പൊ ശരി, കണ്ടതിൽ സന്തോഷം. ഓക്കെ, ഇറങ്ങിപ്പോര്. നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും, എന്നിട്ട് എന്നെ അറിയിക്കും. യൂസ് എന്താടാ കോശി? നീയോ? അതെ ഭാനു. കോശിയോടെ എന്താളിയാ പതിവില്ലാതെ കഥയൊക്കെ കുറ്റിട്ടിരുന്ന അകത്ത് പരിപാടി? രാത്രി പടത്തിന് വിളിച്ചാ വരൂല, കഥകൊക്കെ കുറ്റിട്ടിരുന്ന് ബാക്കി പരിപാടിക്കൊന്നും ഒരു കുറവുമില്ലല്ലോ. പുതിയ മറ്റോ? അല്ല, നല്ല പതുപതുപ്പ് ഒരൈറ്റത്തെ കൊണ്ടൊന്നും പറ്റിയ കാട്ടില്. പിന്നളിയാ ഇന്നലത്തെ മറ്റേ പടവളിയാ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് മറ്റേ കുളിസീൻ, തമന്നയുടെ നനഞ്ഞ സാരി. ബാക്കി പറയണ്ട. എന്താ പറഞ്ഞ കുളിസീൻ അളിയനൊരു വീക്ക്നെസ് അന്ന് ഹോസ്റ്റലിൽ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ. വട്ടപ്പാറ സീനത്തിൽ പോയിരുന്നു നമ്മൾ എത്ര കുളിസീൻ കണ്ടതാ. കുളിസീനോ? എനിക്കോ? ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? ഒന്ന് പോളിയാ. കഴിഞ്ഞ ആഴ്ചയല്ലേ ആ ഷൺമുഖവിലാസൻ ലോഡ്ജിന്റെ ടെറസിൽ പോയിരുന്ന അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കുളിസീൻ കാണാനെന്നും പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചോണ്ട് പോയേ. എനിക്ക് മോഡൽ എക്സാം ആണെന്നും പറഞ്ഞിട്ട് പോലും അളിയും കേട്ടില്ല. നീ എഴുന്നേറ്റേ. എന്തിനാ? എഴുന്നേക്ക്. എന്താടാ മാനോ മര്യാദയ്ക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി നീ അപവാദം പറഞ്ഞു പറ്റൂല. ബ്ലഡി ഫൂൾ. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്? മതി മതി, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി. ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടെ ഒരു മുറിയിൽ കഴിഞ്ഞു എന്നെങ്ങാനും പുറത്തിറങ്ങിയ അയ്യോ തീർന്നില്ലേ. ഇപ്പൊ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും കോളേജിൽ പോണ്ട തയ്യാറെടുപ്പിലായിരിക്കും. കോറിഡോറിന്റെ അവിടെയും പുറത്തൊക്കെ മൊത്തം ആൾക്കാരായിരിക്കും. 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും കോളേജിൽ പോകും. അന്നേരം നമുക്ക് കയറി വഴി തന്നെ പുറത്തിറങ്ങാം. നടക്കുമല്ലോ അല്ലേ? പിന്നില്ലേ. പിന്നെ ലവനത് ചുമ്മാ പറഞ്ഞതാ കേട്ടോ. കണ്ട അവനെ പോലെ ഒരു അലവലാതി ലുക്കുണ്ടെങ്കിലും ഞാൻ ശരിക്കും ഡീസന്റ്. ശരി ശരി. താൻ കണ്ടിട്ടുണ്ടോ ഇവിടെ? ഉണ്ടയ്യാ ഉണ്ട്. എവിടെ വെച്ച്? എവിടെ? അയാളെ വീട്ടിൽ വെച്ച്. അയാളുടെ മോളല്ലേ അത്? நம்ம பொண்ணு தப்பிக்க வச்ச வந்தாயா? ஓயா வாங்கடா பொறுக்கி நாய். എങ്ങടാ എങ്ങടാ തലേ കാര്യം പറഞ്ഞിട്ട് തല്ല്. നീ എന്തിനാടാ അവളെ രക്ഷപ്പെടാൻ സഹായിച്ചത്? ചോട്ട വിളിച്ചപ്പോ ഒളിച്ചോടാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. രാത്രി 10 മണിയായപ്പോ ഹോസ്റ്റൽ ജംഗ്ഷനിൽ ഞാൻ കൊണ്ടുവിട്ട് അവിടെ അവളെ കാത്തൊരു പയ്യൻ ഉണ്ടായിരുന്നു. അയ്യാ ഇത് അവന്താ അവന്തോ.
എനിക്ക് അവനെ കണ്ടാ തിരിച്ചറിയുമോ? അറിയാം അറിയാം അറിയാം. മതി, ബാക്കി വീട്ടിൽ ചെന്ന് ചോദിക്കാം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ? ഇപ്പൊ ഇതാണോ ഇവിടുത്തെ വിഷയം? നീ വാ പെട്ടെന്ന്. താനിവിടെ നിൽക്ക്, ഞാൻ താഴെ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. വേഗം വരണം. 2 minutes. അല്ലെങ്കിലും പിള്ളേരെന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ജീവനാണല്ലോ. രാത്രി രഹസ്യമായിട്ട് ഓരോരോ പരിപാടിക്ക് പോകാൻ വേണ്ടി അവന്മാരെ അറുത്ത് മുറിച്ചു വെച്ചിരിക്കുക. ഇപ്പോഴെങ്കിലും ഫാദറിന് എന്നെ വിശ്വാസമായില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ കെട്ടിടമല്ലേ, തുരുമ്പ് പിടിച്ചിളകിയതായിരിക്കും. തെളിവില്ലാതൊന്നും പറയരുത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇതിൽ കൂടെ അങ്ങനെ പിള്ളേരിറങ്ങുന്നത്? അവന്മാരെന്താ കൊരങ്ങന്മാരാ? അതേ വന്നിക്കണു ചാടാ. എന്താ ബാനു, ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല അച്ചോ, ഇവിടുത്തെ ഫുഡ് കഴിച്ച് വയറിളക്കം പിടിച്ചു. എനിക്കത്ര വിശ്വാസം പോരാ. എന്നാ കക്കൂസിലോട്ട് വാ, വിശ്വസിപ്പിച്ചു തരാം. ഓടോ, നമുക്ക് അവനെ ഡിസ്മിസ് ചെയ്യാച്ചോ. വടി കൊടുത്ത് അടി പേടിക്കാതെ ശാന്ത. ഫാദറെ വാ, ഇറങ്ങി പോര്. എല്ലാം ഓക്കെ അല്ലേ? നമുക്ക് പോവാം. എന്തോക്കെ, ആ ശാന്തപ്പനും അച്ഛനും കൂടെ ജനലടച്ച് പൂട്ടി. ഇനി ആ വഴി ഇറങ്ങാൻ പറ്റില്ല. അതെ അതെ അതെ, താൻ തളരാതെ നമുക്കൊരൊറ്റ കൈ പ്രയോഗിക്കാം. നമുക്ക് മെയിൻ എൻട്രൻസ് വഴി ഇറങ്ങാം. അപ്പൊ ആരെങ്കിലും കാണില്ലേ? അച്ഛനും ശാന്തപ്പനും താഴെയാ. മിക്കവാറും എല്ലാ പിള്ളേരും കോളേജിൽ പോയി കാണും. ബാക്കിയെല്ലാം തലവിധി. എല്ലാവരും കോളേജിൽ പോയെന്ന് തോന്നേ. കുഴപ്പമില്ല, പേടിക്കണ്ട. നീ ഇതെവിടെ പോണു? അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോണം. അപ്പോ മറ്റന്നാളത്തെ ക്രിസ്മസ് സെലിബ്രേഷന് കാണത്തില്ലയോ? അതൊന്നുമില്ല, ഇനി കുറച്ച് റെസ്റ്റ് വേണം. സമയം ശരിയല്ല. അല്ല, ഞാനെന്തിനാ ഇതൊക്കെ നിന്നോട് പറയുന്നേ? ബ്ലഡി അറബ്സ്. കോവറക്കിപ്പായല്ലേ നീ ഇവിടെ പോലേ. ഒന്ന് വാ വാ, പതുക്കെ വാ. മെയിൻ ഏരിയയിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് കടന്ന് കിട്ടിയാ രക്ഷപ്പെട്ട്. നോക്കി വാ, ചുറ്റും നോക്ക്. ആരേലും കണ്ട ഓടിക്കോണേ. വാ ഇങ്ങോട്ട്, വാ, ഓട്, വാ, ഓടി, വാ, ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. ഒരു കടമ്പ് കഴിഞ്ഞ് കിട്ടി, ഇനി അടുത്തത്. വാ, 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 കൈ പിടി. അല്ലല്ലോ. പോയാ വാടി. വാ, ബാക്കി അച്ഛനില്ല. വാ, ഇതാണ് മെയിൻ എൻട്രൻസ്. ഇനി ഒരു കുഴപ്പമില്ല, വേർക്കാം. വാ, വാ, അങ്ങോട്ട് മാറിക്ക്. ആരുമില്ലല്ലോ.
വെച്ച് ഞാൻ ഇക്കരങ്ങളിൽ നെഞ്ചിനുള്ളിൽ ആരവങ്ങൾ അത്താഴത്തിന് കാതോക്കും നിങ്ങൾ 7 ദിനങ്ങൾ അതേഴ് നിറങ്ങൾ തേടിയറിയുന്നു പാദങ്ങൾ എന്റെ വഴികൾ അതെന്റെ ചട്ടങ്ങൾ തോൽവികൾ അതെന്റെ പാഠങ്ങൾ ഒരു വെടിക്കൊരു പറവകളുടെ ചിറകുടി ചുലകത്തിനൊരു കുലപതി അത് ഞാൻ കഥ പറഞ്ഞത് മതി ഇനി വരുന്നത് തലവിധി പ്രതിവിധി ഗണപതിക്കൊരു തേങ്ങ ഈ പെരുവഴി അത് പുതുവഴി പരിമിതിയില്ലാത്ത കനവുകളിലൂടെ പടവുകൾ കയറും ഇന്നു ഞാൻ കടമ്പകൾ ചാടും ഇന്നു ഞാൻ ചുവടുകൾ പതറാതെ വച്ച് പുലി പോൽ കുതിച്ചു പുതുജീവിതത്തിൽ നിന്നാരംഭം ഈ ലോകമെതിരിൽ നിന്നാലും ഇനി തല താഴ്ചിക്കില്ല ഞാൻ ഈ ജന്മം RC Purple Haze എവിടെ കയറി പോവാ? അയ്യോ സോറി, പെട്ടെന്നുള്ള ആവേശത്തില്. എന്താ പ്രശ്നം? എന്തിനാ എല്ലാരും ഓടണേ? ആ എല്ലാവർക്കും ഭ്രാന്തായ. നിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. എന്തുവാടേ പ്രശ്നം? ഇന്ന് കോളേജില്ലേ? ഇന്ന് കോളേജ് സ്ട്രൈക്കാടാ. സ്ട്രൈക്കോ? എന്തിന്? കോളേജിന്റെ അടുത്തുള്ള ഏതോ ഓട്ടക്കാരനെ ആരോ തല്ലിയെന്ന്. അതിന് കോളേജിൽ എന്തിനാടാ സ്ട്രൈക്ക്? പിന്നെ അമേരിക്ക ഓസോൺ പാളിയിൽ വിള്ളല് വീഴ്ത്തിന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച സ്ട്രൈക്ക്. പിന്നെ ഇത് ഒന്ന് പോടേ. എല്ലാം ക്ലിയർ ആയോ? ക്ലിയർ കോപ്പ്. എല്ലാം തൊലഞ്ഞു. ഇന്ന് കോളേജ് സ്ട്രൈക്കാ. ഇന്നിനി പകല് പുറത്തിറങ്ങാൻ പറ്റില്ല. അയ്യോ എന്റെ ദൈവമേ, ഞാൻ വീട്ടിലില്ലാന്ന് അപ്പ അറിഞ്ഞിട്ടുണ്ടാവും. ഹിസ് വെരി സ്മാർട്ട് യു നോ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അപ്പാക്ക് മിനിറ്റുകൾ മാത്രം മതി. കണ്ടുപിടിച്ച എന്നെ ഹോസ്റ്റലോടെ കത്തിക്കും. സ്ക്വാഷ് അടിയടാ. പാട്ട് തീർത്ത് എന്തുവാടായി കാണിക്കുന്നത്? എന്തോന്നടേ അറിയത്തില്ലേ, കാണിട്ട് പോടേ. ചുമ്മാ അറിയാത്ത പണിക്ക് ഇറങ്ങി. സോങ്ങിട്ടെ സോങ്ങിട്ടെ 1 2 3 4 1 2 3 4. അന്ന് അവന്റെ റൂമിൽ കയറി എന്തിനാ? എന്താ വിഷയം? താൻ എന്തിനാ അതൊക്കെ അറിയുന്നത്? എനിക്ക് കാശ് കിട്ടുമല്ലോ. കൂടുതൽ അന്വേഷണം ഒന്നും വേണ്ട. മര്യാദയ്ക്ക് എന്നെ പുറത്തിറക്കും. ഒന്നുകൂടെ എന്തോ ഉദ്ദേശിക്കുന്നത്? പറ്റാത്തോണ്ടാ? രഘുവാതിലിൽ മുട്ടി അവള് കഥക തുറന്നു. എന്താടാ ഇത്? അയ്യോ അച്ഛനാ, ഇത് മുത്തുച്ചിപ്പി. അച്ഛൻ വായിച്ചിട്ടില്ലേ? ദേ, മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു കിന്നാരത്രയുള്ളൂ. പോയി ജോലി നോക്കടാ. ശാന്തപ്പ, ഓ ഈ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുക. ഇത് ശരിയാക്കണമെങ്കിൽ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ചു പൊളിച്ചിട്ട് റീവയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് നടത്തേണ്ടി വരും. ഇത് മൊത്തം ഇടിച്ചു പൊളിച്ചിട്ട്? അല്ലാതെ എനിക്ക് പണി അറിയാത്തോണ്ടല്ല. അല്ല, ഇത് കത്തിയിലെന്ന് ചത്തുപോയിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ? അയ്യോ അങ്ങനെ പറയില്ലേ, വലിയ മഹാനല്ലേ ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് ഈ ഹോസ്റ്റലിലെ ആദ്യത്തെ വാർഡൻ. എടോ, ഇത് പണിത് ഇങ്ങേരാണോ? ആ വലിയ മാന്ത്രികനാണെന്നാണ് പറയണത്. എന്തോ ക്യാരം ബോർഡോ ചെസ് ബോർഡോ അങ്ങനെ എന്തൊരു ബോർഡോ ഉണ്ടേ. യക്ഷികളെ വിളിച്ചു വരുത്തി അവരുമായി സംസാരിക്കലാണ് ഈ മച്ചാന്റെ മെയിൻ പരിപാടി. അങ്ങനെ അവസാനം വന്ന യക്ഷി തിരിച്ചു പോയപ്പോ ഈ മച്ചാനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി. അന്ന് കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാര്? നിന്റെ തന്ത. എന്ത് സുന്ദരിയാണ് ഇവള്. ഇവളെ ഒന്ന് കിട്ടാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? ഇനി ഇവള് നമുക്ക് സ്വന്തം. നമുക്കോ? ഞാനാ ഇവളെ ബൊക്കെ. അതുകൊണ്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് നിനക്ക് മതി. അത് മതി. പക്ഷെ നമ്മളെ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താൻ ഇവക്ക് പറ്റുമോ? പറ്റുമെന്നോ? ഇവളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒന്നും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല മോനെ.
ഇവള് നമ്മളെ സ്വർഗം കാണിക്കും. സ്വർഗം ഇരിക്കുന്ന കണ്ടോ? ഇവളൊന്ന് വളർന്നിട്ട് വേണം നല്ല മായം കലരാത്ത ഫ്രഷ് സാധനം വലിക്കാൻ മുത്ത്. അല്ല ഇതെങ്ങനെ അച്ഛൻ പൊക്കിയാലേ പിന്നെ വലിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും. അതിന് പൊക്കിയാലല്ലേ അങ്ങനെ ഒരച്ഛനും ഇവിടെ വന്ന് പൊക്കത്തില്ല. ആരാ? ഞാനാടാ പുല്ലേ തോറ. നീയായിരുന്ന ഈ തേഞ്ഞ ഹോസ്റ്റലിൽ കഥ കൂട്ടിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. എത്ര നാളായി ഒന്ന് സമാധാനമായിട്ട്. എന്തായടാ? ഒരു രക്ഷയില്ലടേ. അവന് ജന്മത്താക്കുപ്പ തരത്തില്ല. തരത്തില്ലേ? നീ ചോദിച്ചാ? അപ്പൊ എന്ത് പറഞ്ഞു? അതല്ലടാ നിന്നോട് പറഞ്ഞ അവൻ തരത്തില്ലാന്ന്. ആണോ? ഡേ ആ ചെറുക്കൻ മുറി തുറക്കുന്ന പോലുമില്ല. ചവിട്ടി തുറന്നുണ്ടായിരുന്നോ? ചവിട്ടി തുറക്കുന്നില്ല. ഓഹോ, ഇന്നലെ രാത്രി മുതൽ അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ അല്ലേ? ഞാനത് പറയാൻ തരുമായിരുന്നു. എന്തോ ഒളിച്ചു വെക്കുന്ന പോലെ. അതേ, അവന്റെ മുറിയിലും കാണും ഇതേപോലത്തെ ഒരു ചെടി. പോടെ. എന്ത് ഇനിയിപ്പോ എന്തോ ഇവിടെ കൈയാണെങ്കി ഇപ്പോഴേ വിറച്ചു തുടങ്ങി. എന്ത് ചെയ്യാനാ? രാത്രി വരെ വെയിറ്റ് ചെയ്യുന്നേ. നീ ആ കാര്യം അവനോട് പറഞ്ഞോ? ഡേയ്, രാത്രി ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട്, വെള്ളവടി ഉണ്ട്, ഇതെല്ലാം ഞാൻ അവനോട് പറഞ്ഞു. അവൻ അതിനും വരുന്നില്ല. അവൻ വെള്ളവടി നിർത്തി. വെള്ളവടി നിർത്തിന്നാ? നമ്മുടെ ബാനുവാ? അവനിതെന്ത് പറ്റി? എന്ത് പറ്റിയാലും ഇല്ലെങ്കിലും അവന്റെ മുറിയിൽ എന്തൊക്കെയോ ചീഞ്ഞു നടന്നുണ്ട്. എന്റെ അമ്മോ, എന്തൊരു നാറ്റമാണോ ഇത്? അത് പിന്നെ പിള്ളേരോട് തൂറരുന്ന് പറയാൻ പറ്റോ? സേഫ്റ്റി ടാങ്ക് പൊട്ടിക്കിടക്കാണ്. അത് കൊള്ളാം. അപ്പൊ നമ്മളിനി എങ്ങനെ പുറത്തിറങ്ങുമെന്ന് പറ. ആകെയുള്ളൊരു പ്രതീക്ഷ ആ ജനലായിരുന്നു. പ്ലാൻ എ മാത്രമേ തകർന്നിട്ടുള്ളൂ. ഇനി പ്ലാൻ ബി ഉണ്ട്. ഓഹോ, ഇനി പ്ലാൻ ബി ഉണ്ടോ? അതെന്താ? ടെറസിന്റെ മുകളിൽ കയറി തൂങ്ങി താഴെ ഇറങ്ങാനാണോ? അതെങ്ങനെ മനസ്സിലായി? ദൈവമേ, ശരിക്കും കയറി തൂങ്ങി ഇറങ്ങാനാണോ? കയറി തൂങ്ങണ്ട, ടെറസിൽ നിന്ന് ഏണി ചവിട്ടി താഴോട്ടൊന്ന് ഇറങ്ങിയാ മതി. ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ഏത് നേരത്താണോ ഇവളെ ഇങ്ങോട്ട് വലിച്ചു കേറ്റാൻ തോന്നിയത്? പെട്ടുപോയില്ല. ഇനി ടെറസ് എങ്കിൽ ടെറസ്. എപ്പ ഇറങ്ങും നമ്മള്? രാത്രിയാകാതെ ഒന്നും നടക്കില്ല. ഭാഗ്യത്തിന് ഇന്നാ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നത്. എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കും. ടെറസിൽ ആരും കാണില്ല. നമുക്ക് സുഖമായിട്ട് ടെറസിൽ കൂടങ്ങാം. ഇതെല്ലാം നടക്കുവോ? നടത്തും. പുൽക്കൂട് നല്ല മിന്നി നിൽക്കുവാണല്ലോ. എത്ര രൂപ മുക്കി? മുക്കിയ നിന്റെ തന്ത. ഈ നൂറ്റാണ്ടി ഇത് ഉണ്ടാക്കി തീരുവോ? ഞാൻ പോയി ടെറസിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ഡേ ബാനു, നീ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവനെന്തിനാ ഇവിടെ വന്നേ? ഇപ്പൊ വെള്ളോടി നിർത്തി ചവിട്ടിയിട്ടും തുറക്കാത്തവനോ ദാവം നിൽക്കുന്നു. നിനക്ക് ഒരെണ്ണം അടിക്കണം തോന്നുന്നുണ്ടല്ലേ? ഇല്ലടി, ഞാൻ വെള്ളടിക്കാൻ പിന്നെ കാറ്റടിക്കാൻ വന്നായിരിക്കും. അളിയ നീ അങ്ങ് ക്ഷീണിച്ചു പോയി. മുറിക്കകത്ത് അടച്ചിരിക്കുന്നതിന്റെ കാണാണ്ട് കേട്ടോ. നീ ഇവിടെ ഇരുന്ന് ഓരോന്നൊക്കെ അടിച്ച് മനസ്സിലെ വിഷമങ്ങളൊക്കെ ഞങ്ങളോട് തുറന്ന് പറ. അളി ഓർമ്മ വഴി അളിയാ. എന്തിന്? നീ അറിഞ്ഞില്ലേ അവനിപ്പോ വെള്ളോടിക്ക് നിർത്തി പുണ്യാളനായി. കൂട്ടുകാരനൊരു തെറ്റ് കാണിക്കുമ്പോ നമ്മളല്ലേ അളിയാ തിരുത്തണ്ടേ? എന്നാ ബിയറോട് ഹോട്ടൊഴി അളിയാ. നീ വന്നേ. ഇവനെ കുടിപ്പിച്ച് കിടത്തിട്ട് ഇവന്റെ ജേഡി നമുക്ക് അടിച്ചു മാറ്റാം. ജെട്ടിയോ? ജെട്ടിയല്ലടാ, ജേഡി. ഒഴിക്കടേ അവനൊരെണ്ണം. അതിന് വെള്ളമില്ലല്ലോ അവിടെ. അയ്യോ, പോയി ഒരു കുപ്പി വെള്ളം എടുത്തോണ്ടാ. വേഗം പോടാ വ്യാളി. വാടാ മൻസൂറെ, എന്തിനാണ് അവനെ വിളിക്കുന്നേ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അണ്ണാ? യക്ഷികൾക്ക് നമ്മളായിട്ട് എന്തിനാ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? നീയൊക്കെ ഇത്ര പേടി തൂറിയായിപ്പോല്ലോ. അതും യക്ഷിയെ. ഇവിടെ ആണുങ്ങളെ ധൈര്യം വേണം. വാടാ, നീ വാ. അതുവഴി എന്തിനാടാ പോന്നെ? നേരെ വഴിക്ക് പോടാ. വേണ്ടണ്ണ, ശീലം ഇതായി പോയി. എന്തോന്നടേ? വേണ്ടേ, പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? ഫാദർ ഇവിടെ ഇല്ല. അപ്പൊ ശാന്തപ്പനോ? ശാന്തപ്പനോ? എടാ, ഒരെണ്ണം
പഠിക്കാൻ. ഇല്ലെങ്കിൽ ഇതൊക്കെ മൊത്തം ഞാൻ അച്ഛനോട് പറഞ്ഞു നോക്കട്ടാ. എന്റെ സ്വഭാവം ശരിയല്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. അടിമുത്തേ. ശാന്തപേട്ടൻ നമ്മൾ വിചാരിച്ച പോലൊന്നല്ല, നല്ല കവിത എഴുതുന്ന ആളാണ്. അയ്യോ അങ്ങനെയൊന്നുമില്ല. ഓയിൻമിനെ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കുറിക്കും. അല്ലാതെ നമ്മളെന്ത് കവിത. ക്രിസ്മസിന് എന്റെ വെറൈറ്റി വെറൈറ്റി കേക്കണം. നീ ജനിച്ചാലന്നു ഞങ്ങൾക്ക് ക്രിസ്തുമസ്. കുടിച്ചില്ലേ പിന്നെ എന്ന് കുടിക്കാനാണ്? അച്ഛൻ ഇല്ലല്ലോ അല്ലേ? അച്ഛൻ ചത്തു, നീ കുടിച്ചേ. പിന്നല്ല കുടിയടേ. അതെല്ലാം ആദ്യം പറഞ്ഞ തീർന്നു പോയിരുന്നു. യേശു വെറും പാവമാ, ജൂദാസ് ഭയങ്കര സാധന. ഇതുമാത്രം വേദന എന്റെ യേശു സഹിച്ചു. ഓമനപ്പുഴ കടപ്പുറത്ത് എന്റെ യേശു. ഇനിയും ഒരു സാധനം അടിപൊളി. അല്ലളിയാ, ഞാൻ പലപ്പോഴും ചോദിക്കാന്ന് വിചാരിച്ച, നമ്മൾ ഈ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാരും മണിയുടെ ശബ്ദം കേൾക്കാലോ. എന്താ സംഭവം? അതാ ശാന്തപ്പം നിക്കടാ നടക്കുന്നതായിരിക്കൂടാ. നീ വാടേ. எனக்கு எப்படியாவது இங்கிருந்து வெளியே போகணும். யாராவது திறந்து விடு, நான் போகணும். யாராவது திறந்து விடு, என்ன திறந்து விடு. துரா எனக்கு போகணும். நான் என்ன தப்பு பண்ண? அவன்தான் எனக்கு போகணும். யாராவது என்ன திறந்து விடு. எனக்கு எங்க இருந்து போய்தான் ஆகணும். எனக்கு எப்படியாவது இங்க இருந்து வெளியே போகணும். எனக்கு போய்தான் ஆகணும். ബാനു 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 എടാ ബാനു എവിടെ? ബാനു എടാ ബാനു എടാ ബാനു എഴുന്നേക്കടാ. ബാനു എഴുന്നേക്ക്. താക്കോല് ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യം. யாராவது திறந்து விடு. என்ன திறந்து விடுன்னு சொன்ன கேட்க மாட்டேன். எவ்வளவு நேரமா சொல்லிட்டு இருக்கு. அவன்தான், அவன் மட்டும். யாரு? நான் தான் സാന്തപ്പൻ. என்ன திறந்து விடுவியா? ദൈവമേ, കഥ തുറ. ദൈവമേ, ഇത് വടേക്ഷ തന്നെ. നിനക്കാരോടാ ഇത്ര വൈഡീസ് കൊണവറി? അവൻதான், അവനെ எனக்கு வேணும். ആര്? அவன் மட்டும் என் கையில கிடைச்சுன்னு வச்சுக்கோ. என் ரெண்டு கையால் அவ கழுத்தை நெருக்கி மூச்சு விட முடியாம துடி துடின்னு தவிக்க விட்ட அவ சாவணும். அது நான் பார்க்கணும். அம்மா 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 ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. வேலுச்சாமி, சொல்லுங்க ஐயா. நினைக்கிறியாலோ நான் ஒரு முடிவெடுத்தா அதை முடிக்காம விட மாட்டேன்னு. எப்படியாவது அவளை நம்ம கண்டுபிடிக்கணும். அதுக்கு ஒரே வழி, அந்த ஆட்டோக்காரன். அவனை கண்டுபிடி. பாரு இந்த பண்ணாடைங்களை. கூட்டத்திலே உருப்படியா இருக்குது நீ ஒருத்தன் தான். அதான் உன்கிட்ட சொல்றேன். அவ இல்லாம நான் திரும்பி போக மாட்டேன். புரியுதா? போ, கூட்டிட்டு வா.
എന്റെ പൊന്നു ഫാദറെ ഞാൻ കണ്ടതാണ്. ശ്ശോ, ഈ അച്ഛനെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കും? ശ്ശെ, ഫാദറെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അത് അവള് തന്നെ. ഇവമേ അധിഷ്ഠലക്ഷ്മി. എന്റെ ദൈവമേ, ഞാൻ പറയുന്നത് എന്താണ് ആരും ഇവിടെ വിശ്വസിക്കാത്തത്? ശ്ശോ, എന്റെ അച്ഛനെ ഒന്ന് വിശ്വസിക്കച്ചോ. എത്ര നാളായച്ചോ ഞാൻ അച്ഛന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അവളിവിടെ ഉണ്ട്, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അച്ചോ, ഞാനിവിടെ യക്ഷിയെ കണ്ടച്ചോ. ഈ ഹോസ്റ്റലിൽ യക്ഷിയുണ്ട്. സത്യം പറയടാ, മദ്യപിച്ചിട്ടാണോ നീ ഇന്നലെ കിടന്നുറങ്ങിയത്? അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ യക്ഷിയുണ്ടച്ചോ. ഈ ഭാനുവിന്റെ മുറിയിലെ യക്ഷി. അവൾ ഇപ്പോഴും അവിടെ തന്നെ കാണുവച്ചോ. അങ്ങനെ ഒരു രക്ഷ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. അച്ചോ പിന്നെ ഈ കമ്പ്യൂട്ടർ ഊത്തിലല്ലേ അച്ചോ യക്ഷി. അച്ഛൻ വെറുതെ ഇയാളുടെ താളത്തിൽ തുള്ളാൻ നിൽക്കരുത് അച്ചോ. എന്നാലും അതല്ലല്ലോ ഇവന്റെ സംശയം തീർക്കണം. അച്ചോ അച്ചോ ഫാദറിന് വേറെ ഭാര്യയും പിള്ളേരുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഫാദർ ഈ തണ്ണി വണ്ടി വിശ്വസിക്കല്ലേ ഫാദർ? ഇവരങ്ങനെ പലതും പറയച്ചോ. പെട്ടെന്ന് നടക്ക്. വെറുതെ തുറക്കണ്ട ഫാദർ. ഇനി യക്ഷി ഉണ്ടെങ്കിൽ എന്തിനാ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കൊരു കൂട്ടും ആവുമല്ലോ. നിന്ന് പിച്ചുമ്പയും പറയാതെ കഥ തുറക്കണം. വേണ്ട ഫാദർ, പ്ലീസ് കഥ തുറക്കണം. അയ്യോ, താക്കോല് കാണുന്നില്ല ഫാദർ. എന്താ? അല്ല, താക്കോല് കാണുന്നില്ല ഫാദർ. കഷ്ടായിപ്പോയി. ഇനിയിപ്പോ എങ്ങനെ റൂം തുറക്കോ എന്തോ. താക്കോല ജനലിന്റെ സൈഡിൽ കാണൂടാ. താക്കോലേ ആ ജനലിന്റെ സൈഡിൽ കാണൂന്ന്. എന്താ? ഈ താക്കോലില്ലേ, താക്കോല് അത് നിന്റെ ജനലിന്റെ സൈഡിൽ തന്നെ കാണുമെന്ന് കേട്ടാ. നിനക്ക് മനസ്സിലായില്ലേ? താക്കോൽ എടുത്തോണ്ട് വാടാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം അവിടെ തന്നെ ഉണ്ടാവും. വേറെ എവിടെ പോവാൻ? നിന്റെ മരണം നീ ഓർത്തിരിക്കോടാ. തുറക്കടാ. ശാന്തപ്പാ, എന്താ ഫാദർ? എവിടെ കുട്ടാ യക്ഷി? ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു ഫാദർ ആയതുകൊണ്ട് നിന്റെ ഫാദറിനെ ഞാൻ വിളിക്കുന്നില്ല. മേലാൽ വെള്ളം അടിച്ചിട്ട് ഇത് കണക്ക് പിച്ചുമ്പയും പറഞ്ഞ നിന്നെ ഈ ഹോസ്റ്റലിന്റെ പരിസരത്ത് ഞാൻ അടുപ്പിക്കില്ല. അയ്യോ അച്ഛൻ, ഇവിടെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം. ബ്ലഡി ഫൂൾ. സാരമില്ല ബാലു, അവൻ പൊട്ടന്. വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ഇനി ഇതാലോചിച്ച് പേടിച്ചിരിക്കണ്ട കേട്ടോ. എന്തു പറ്റി? കണ്ണു ചുമന്നിരിക്കുന്നല്ലോ. ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നു? ഇല്ല, ഉറങ്ങി ഫാദർ. അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കും. പേടിക്കണ്ട കേട്ടോ. ബോയ്സ്, go to your rooms, go to your rooms. എല്ലാരും പോയിരുന്നു പഠിച്ചാട്ടോ. എന്താ എന്തെങ്കിലും കളഞ്ഞു പോയാ? അല്ല, ഞാനിവിടെ വെറുതെ യക്ഷിയെ കൊണ്ടെന്ന് പറഞ്ഞപ്പോ. അതെ അതെ, ഒരു യക്ഷിയെ മുറി കെട്ടി താമസിപ്പിക്കുന്നത് ഭയങ്കര കുറ്റവാ. ഈ മുറിയിൽ ഒരു പെണ്ണിന്റെ മണം. പെണ്ണോ? പെണ്ണൊന്നും ഇല്ല. ഉണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. പെണ്ണിന്റെ മണം മാത്രമേ ഉള്ളൂ, പക്ഷെ പെണ്ണില്ല. പിന്നെ ഈ ആട് കിടന്നിടത്തതിന്റെ കൂടെയെങ്കിലും കാണണല്ലോ. എന്നാലും ഇതെവിടെ പോയി? ആരോട് പോയി? അല്ല, എന്റെ ഒരു പഴയ ജെട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അത് കാണുന്നില്ല. ജെട്ടിയാണോ? അത് ചിലപ്പോ യക്ഷിട്ടുണ്ട് പോയി കാണും. പിന്നെ പറയാൻ മറന്നു, എന്റെ വല്യമ്മയുടെ മോൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. റൂമിലിരിക്കുക. വാ ബാനു, പരിചയപ്പെടാം. വേണ്ട, ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാം. അങ്ങനെ പറയാൻ പറ്റില്ല. നീ ഇപ്പൊ പരിചയപ്പെട്ടേ. അയ്യോ, ഇവന്റെ വല്യമ്മയുടെ മോൻ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നീ കാണാതിരുന്ന മോശമല്ലേ? ഞാൻ വരാം. വല്യമ്മയുടെ മോനെ കാണണ്ടേ? വന്നേ. വല്യമ്മയുടെ മോനെ ഇങ്ങോട്ട് എന്ത് വേണ്ട? വല്യമ്മയുടെ മോൻ അകത്തുണ്ട്. നേരെ കണ്ടോണേ, ഇനി കണ്ടില്ലാന്ന് പറയരുത്. അതെ, കേറി കാണ്. നോക്ക്, എന്തോ പണിയുണ്ടല്ലോ. അത് ശരി. ഇന്ന് ഞാൻ എന്താളിയാ, വല്യമ്മയുടെ മോൻ നല്ല അടിപൊളിയല്ലേ? എന്താ കള്ളന്മാരെ പോലെ മുഖത്തേക്ക് നോക്കടാ. എന്താ ഇന്നലെ അവൾ എന്നെ മുറിയിലെ കട ഓടിക്കറി. ആരുടെ അവള്? പെങ്ങളാ? ആരുടെയോ?
പറഞ്ഞറി 2 ദിവസമായി നീ അവൾ കൂടെ മുറിക്കാതെ കഥ അടച്ചിട്ടിരുന്ന് എന്തായിരുന്നു പരിപാടി? നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇതൊരു 20,000 രൂപയുടെ കേസാ. പെർമനന്റ് 20,000 രൂപയോ? റൊമ്പ എക്സ്പെൻസീവ്. റൊമ്പ നീ പോടാ നാറി. ആളി അതൊന്നും അല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളെ ഇത് കുറച്ച് കാശ് വാങ്ങേണ്ടി വന്നു. അതിന് പകരമായിട്ട് അവളെ ഹോസ്റ്റലിൽ കയറ്റിയത്. അവൾക്ക് എന്താ ഹോസ്റ്റലിൽ കാര്യം? എനിക്ക് അറിഞ്ഞൂടാ. നീ പറയില്ലേ? വായി കൈവച്ച എങ്ങനെ പറയാ? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അവളോട് പറയത്തില്ല. അവളെ ഇവിടെ തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. എന്നെ വിശ്വസിക്കെന്നെ വിടാ. എന്താ പ്രശ്നം? ഇവ മുറിക്കാത്ത പെണ്ണെ കിട്ടിയിരിക്കുന്ന ഏവാനാ പോകണ്ട തമാശ പറയാതെ പ്ലീസ്. മാനിയായിട്ട് ചോദിക്കടേ, അങ്ങോട്ട് മാറിയില്ലേ? ആ കുട്ടി എന്താ കുട്ടിയുടെ പേര്? നമിത പ്രമോദ്. അധിഷ്ഠലക്ഷ്മി. ഓ ടഫ് നെയിമാ. ഐ ആം റാമോ. ഹീൽ ഇട്ടിട്ടുണ്ടോ? കൊച്ചേ, ഞങ്ങൾ നിന്നെ ഇവിടുന്ന് പുറത്തിറക്കി തരാം. പക്ഷെ നീ എന്തിനായി ഹോസ്റ്റലിനകത്ത് വന്നെന്ന് ഞങ്ങളോട് പറയണം. അത് എത്രയും പെട്ടെന്ന് പറഞ്ഞാ അത്രയും പെട്ടെന്ന് പുറത്തിറക്കാം. നിന്ന് കഥകളി കാണിക്കാതെ പറയടി. ലക്സ്, നീ ഇവിടെ? ലക്സ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മിണ്ടി പോരുത് നീ. നീ എന്നെ SMS അയച്ച് ബ്രേക്കപ്പ് ചെയ്യുമല്ലോടാ. നേരിട്ട് വന്ന് പറയാനിരിക്കുമായിരുന്നു, പക്ഷെ കുറച്ച് ബിസി ആയിപ്പോയി. അതാ SMS അയച്ചത്. ഹൗ ഡെയർ യു. നിന്നെ വിശ്വസിച്ച് ഞാൻ എന്റെ വീട്ടുകാരെ വരെ വെറുപ്പിച്ചു. ഇന്ന് നിന്നെ കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാ കഥകൾ പലതും ഞാൻ അറിഞ്ഞത്. ഐ എം സോറി ലക്സ്. എനിക്ക് ഒരു ലാസ്റ്റ് ചാൻസ് കൂടി തരണം. ഞാനിപ്പോ ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടി നീ എന്നെ തട്ടിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കാൻ പോണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാലും ചിലതൊക്കെ ചെയ്യാൻ പറ്റുന്ന നിന്നെ അറിയിക്കാൻ വേണ്ടി തന്നെയാ ഈ രാത്രിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. ഇനി മേലാൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ഗുഡ് ബൈ. ഇനി എന്താ? അവനൊരടി കൊടുക്കാനാണോ നീ ഇതിനകത്തോട്ട് കയറി? അതിനൊരു വാക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നു? ദിവസവും കൊടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ കൊടുക്കത്തില്ലായിരുന്നോ? പിന്നെ പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ. ഓ മണ്ടത്തരവാ, അറിയാം. സംഭവിച്ചു പോയി. അന്നവനെ അന്വേഷിച്ച് വന്നപ്പോഴാ തന്നെ ക്യാൻറ്റീനിൽ വെച്ച് ഞാൻ കണ്ടത്. അന്ന് എന്നെ കണ്ടില്ലായിരുന്നു എങ്ങനെ കയറുമായിരുന്നു? കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട. അതിന് പകരമായിട്ടല്ല എന്നെ 20,000 രൂപ എണ്ണ മേടിച്ചത്. അത് എന്നാലും അവനെയൊക്കെ ആരെങ്കിലും കയറി പ്രേമിക്കുവോ? വെറുപ്പായി പോയി. വേറെ ലുക്കുള്ള എത്ര ആമ്പിള്ളേരെ ഇവിടെ നിൽക്കുന്നു. പറ്റിയത് പറ്റി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കിത്താ. എന്റെ പൊന്നിറമോ ബ്രൂണോ, ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കിത്താ. എനിക്ക് മടുത്തു. മറ്റേതാ ഇതെനിക്ക് നിനക്ക് അവന് ജേഡി നീറ്റടിക്കണം. ഇത് വലിയ ചതിയായിപ്പോയി. ഞാനിനി അച്ഛനോട് എന്ത് പറയും? നിന്റെ അച്ഛൻ ഇതിനു മുമ്പ് ജാക്ക് ഡാനിയൽസ് അടിച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ പ്രോബ്ലം സോൾവ്. ഈ കുപ്പിക്കകത്ത് വല്ല പട്ടചാരായം കളിയെ കൊടുക്കണേ ചുമ്മാ. അളിയ, ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല. അതെ, അതുകൊണ്ട് നീ ആദ്യം പോയി അടുത്ത കുപ്പി എടുത്തുണ്ടോ. ഇതിപ്പോ തീരും. നമുക്ക് അവളെ പുറത്തിറക്കണ്ടേ? ബ്രൂണോ, ബ്രൂണോടെ 20,000 രൂപ കയ്യിലിരിക്കല്ലേ, ആദ്യം പോയി വായിച്ചോണ്ടാ. കറക്റ്റ്. പോടാ.
എന്തായാലും പൊട്ടിച്ചില്ലേ, ഒന്ന് എനിക്കൂടെ ഒഴി. തരത്തില്ലടാ, ഇതിന്റെ അകത്തുനിന്ന് നിനക്കൊരു ഔൺസ് പോലും തരത്തില്ല. വൃത്തിയോട് കാണിക്കരുത്, ഞാനും ഇത് ഇതുവരെ കുടിച്ചിട്ടില്ല. എടാ ദൈവം എന്റെ കൂടെ, അതാ ഇപ്പൊ നീ എന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു മാത്രം ഇത് അടിച്ചാ മതി. നീ പോടാ. തരത്തില്ല തരത്തില്ല തരത്തില്ല. ഇതിലും ഭേദം ഒരു ഫോട്ടോ എടുത്ത് കണ്ടാ പോരായിരുന്നോ? നീ എന്തോ ആലോചിക്കുന്നേ? അല്ല, ഇതിലിപ്പോ നമ്മളെവിടെയെന്ന് ആലോചിക്കുമായിരുന്നു. വെറുതെ അല്ല ഇവിടെ തോറ്റു വെച്ചിരിക്കുന്നത്. എന്റെ ചേട്ടനോട് പഠിച്ചാൽ നോക്കൂലേ? ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, മെയിൻ എൻട്രൻസ്. പിള്ളേരുടെ കൂടെ എങ്ങനെ? മാത്രമല്ല അച്ഛന്റെ റൂം ഇതിനടുത്താ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോ പറ്റിയാലോ. ട്രൈ. നിങ്ങൾ വാ, മെയിൻ എൻട്രൻസ് ഞാൻ ക്ലിയർ ചെയ്യാം. ബ്രൂണോ, എനിക്ക് ഈ മൊത്തം ഹോസ്റ്റലിന്റെയും ഒരു ബ്ലൂ പ്രിന്റ് വേണം. ബ്ലൂ? പോയാ എന്താ പറവിക്കാന്നോ? അല്ല, നിന്റെ അമ്മയുടെ അമ്മയുടെ ഒന്നുമില്ല, നീ പോയിക്കോ. നീ വാ. ബാനു, അതിഷ്ടം. റമോ, ബ്രൂണോ, ഞാൻ തന്നെയാണല്ലോ. അങ്ങനല്ല, ഇങ്ങനെ ആദ്യം കൈ പിന്നെ കാൽ. ആഗ്രഹമില്ല. റെഡി, കമോൺ. 1 അവർ തെറ്റിക്കാത്ത ആ ഒരൊറ്റ സ്റ്റെപ്പ് എനിക്കറിയാം. ആ ഗ്യാപ്പിൽ ഓടിക്കോണോ? ഓക്കെ, റെഡി? ഞാൻ പറയുമ്പോൾ ഓടിക്കോണം. റെഡി, 1 2 3 4. എല്ലാവരും എന്റെ കൂടെ നിന്നോണം. ഉണ്ടി പിടിച്ച് വലിക്കാനാണ് പട്ടി. പേടിക്കണോ? അവക്ക് പേടിയൊന്നുമില്ല, നീ അവളെ പേടിപ്പിക്കാതിരുന്നാ മതി. എല്ലാം ഓക്കെ. പുറത്തിറക്കാൻ പറ്റിയ സമയം. എല്ലാരും ഉണ്ടല്ലോ. ബ്രൂണോ, ആരെ അതല്ലാണ്ട്. എന്നടാ കാര്യം? അയ്യോ, മതി പോടാൻ വയ്യ. ഞാൻ ഇനി നിന്നെ കമ്പ് മേടിക്കുന്നു, എന്നിട്ട് വലിച്ചെറിയുന്നു, നിന്നെ ഓടിക്കുന്നു. നീ ഓടിക്കുന്നു. ഒരു മിനിറ്റ്. ഇനി വന്നു കൂട്ടിയിരിക്കാ. നീ ചോളം അടിച്ച് എല്ലാരും കൊണ്ട് വിളിക്കും. ഇവിടെ നിൽക്കലൊക്കത്തില്ല. ഓൾ ക്ലിയർ, ധൈര്യമായിട്ട് വാ. നിൽക്കവിടെ. ഈ പിശാശ് ഇവിടെ ഉണ്ടായിരുന്നു. തീർന്നളിയാ. ഈസിയായി. ആരാടാ ഈ പെണ്ണ്? ആരാടാ ഈ പെണ്ണ്? ഞാൻ പറഞ്ഞില്ലോ, ഇവരിതല്ല ഇതിനപ്പുറം ചെയ്യും. ആരവള് ചോദിച്ച കേട്ടില്ലേ? ആരാ ഇവള്? കണ്ട ഇങ്ങോട്ട്
ഒന്ന് തിരിയടി, നിന്റെ തിരുമോന്തൊന്ന് കാണട്ടെ. എന്ത് കോലാണത്? നാളത്തെ ക്രിസ്മസ് പരിപാടിയുടെ റിഹേഴ്സലാ ഫാദർ. ഡ്രാമ. നാടകം. അതെ, നാടകം. ഈ അമച്ചർ കണ്ടംപററി. അടി കപ്പിയാരെ കൂട്ടമണി. അതാ ഞങ്ങളുടെ നാടകത്തിന്റെ പേര്. അതിനെന്തിനാണ് പെണ്ണിന്റെ വേഷം കിട്ടി നടക്കുന്നത്? പിന്നെ സ്ത്രീ കഥാപാത്രത്തിന് പെൺവേഷം അല്ല ആൺവേഷം കിട്ടി നടക്കാൻ പറ്റുമോ? ഓക്കെ നിർത്ത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും ഈ റിഹേഴ്സലൊക്കെ മുറിക്കകത്ത് നടത്തിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഈ വേഷത്തിൽ പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ട. അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പുറത്തുള്ള ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാ അച്ഛൻ ഇതിനകത്ത് മറ്റേ ബിസിനസ് നടത്തുന്നത് പറഞ്ഞു. തോന്നിവാസം പറയുന്നു. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? പൊട്ടന്മാർക്ക് അച്ചമ്പട്ടം കിട്ടുമല്ലേ? വന്ന് ഇവനൊന്നും നാക്കിനൊരു ലൈസൻസ് ഇല്ലാതായ. അമ്മ ഞാൻ ജാൻവിയുടെ വീട്ടിലുണ്ട്. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അത് ശരിക്കും ഇവളായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഹോസ്റ്റലിൽ പെണ്ണിനെ കയറ്റിയെന്ന് നാട് മൊത്തം അറിഞ്ഞ് വീട്ടുകാരെയും വിളിച്ചു വരുത്തി TC തന്ന് വിട്ട് ആകെ നാറി പുഴുത്ത വിഞ്ഞേനെ. പിന്നെ പുറത്തു വല്ലതും ഇറങ്ങി നടക്കാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞ ഒരു ട്രയൽ നോക്കാന്ന്. എന്തായാലും അച്ഛന്റെ കണ്ണു വെട്ടിച്ച് മെയിൻ എൻട്രൻസ് വഴിയുള്ള പുറത്തിറക്കൽ നടക്കില്ല. ദൈവമേ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. അമ്മ എന്തേലും ഒന്ന് പറ. അളിയ, ഇവൾ ആരോടെ സംസാരിക്കുന്നത്? ചിലപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാൻ ആ പ്രേമരാജൻ തന്റെ പറയണോ? അളിയ, ഒരു കാരണവശാൽ നമ്മളൊരു അനുവദിച്ചു കൊടുക്കരുത്. ഡേ, നമ്മളല്ലാതെ അവനെങ്ങാനും അവളെ ഇവിടുന്ന് പുറത്തിറക്കിയപ്പോൾ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഒന്ന് പോടാ. ആകെ കുഴപ്പായി. അപ്പ വിചാരിച്ചിരിക്കുന്നത് ഞാൻ പ്രേംരാജിന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. എന്നെ തപ്പി നാട് മുഴുവൻ നടക്കുക. അപ്പ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത ആ ഓട്ടോക്കാരനെ അപ്പ കണ്ടൂന്ന്. ഉറപ്പായിട്ട് ഇവിടെ വരും. ഞാനടാ, വേഗം തുറക്കടാ. പേടിച്ചിരിക്കാതെ പോയി തുറക്കടാ. പേടിപ്പിക്കാൻ വേണ്ടി ഒരു തൊലിയന്മാര്. എന്താടാ അളി, ആ മുട്ടം പണി വരുന്നുണ്ട്. എന്താ? ഏതോ പരനാറി റൂമിൽ കുപ്പിയേറ്റിന്ന് ശാന്തപ്പന് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനും ശാന്തപ്പനോട് റൂം മൊത്തം സെർച്ച് ഇറങ്ങിയേക്കാം. സൂപ്പർ. ഹോ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്റെ കയ്യിലുള്ള കുപ്പി നിങ്ങളെല്ലാം കൂടെ അടിച്ചു തീർത്തില്ലേ? പിന്നെന്താ നമുക്ക് പ്രശ്നം? അയ്യോ, ഞാൻ ഇവിടെ ഇല്ലേ? നിന്റെ കയ്യിൽ വേറെ കുപ്പി ഉണ്ടാ? താണ്ടി അച്ഛൻ വന്ന ഇവിടെ പൊക്കില്ലേ? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? താഴത്തെ ഫ്ലോറിൽ ചെക്കിംഗ് നടക്കുക. 2 മിനിറ്റിനുള്ളിൽ ഈ റൂമിലെത്തും. എന്തേലും ഒന്ന് അണങ്ങി ചെയ്യടാ. നീ ഒന്നും ചെയ്യണ്ട, നീ അവിടെ നിൽക്ക്. എന്തായാലും ഇവിടെ ഇവിടെ നിർത്തണ്ട. ഒന്നാമത് രാവിലത്തെ യക്ഷി വിഷയം കൊണ്ട് തന്നെ ഈ റൂം ഓൾറെഡി ഫേമസ്. അതുകൊണ്ട് ഉറപ്പിച്ചു കളയാ, ഫാദർ ആദ്യം വരാൻ പോകുന്ന ഇവിടെ ആയിരിക്കും. പിന്നെന്ത് ചെയ്യും? എന്റെ റൂമിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഐഡിയ ഉണ്ട്, നിങ്ങൾ വാ. കുറ്റിയിടും. ഒരാൾ പോയി സ്റ്റെപ്പിന്റെ താഴെ നിൽക്കണം. എന്നിട്ട് ഫാദർ വരുമ്പോ സിഗ്നൽ തരണം. അങ്ങനെയാണ് ഞാൻ എനിക്കൊന്നും കാണാൻ വയ്യ. എന്ത് ടൈപ്പ് സിഗ്നൽ വേണം? പശു അമർന്ന സൗണ്ട് മതി. അതാവുമ്പോ ആർക്കും ഒരു സംശയം തോന്നില്ല. കിളിയും കറിയ സൗണ്ട് നാടാ. അങ്ങനെയാണെങ്കിൽ കുയിലെങ്ങനുണ്ട്? എന്തെങ്കിലും സൗണ്ട് താടാ. ഇതിനൊക്കെ എന്തിനാടാ ഓവറായി ടെൻഷൻ അടിക്കുന്നത്? പോടാ പോ. ഓക്കെ, പരുന്നെങ്കിൽ കുയിൽ. വവ്വാല് മതിയായിരുന്നു. ജൂനിയർ ആണോ? പേടിപ്പിച്ച് കളഞ്ഞോടാ സാമദ്രോഹി. അച്ഛൻ ചെക്കിങ്ങിന് വരുന്ന പറഞ്ഞ സിഗ്നൽ കൊടുക്കാൻ വന്നിരിക്കുക. എന്താ സിഗ്നല്? പട്ടി കുരയ്ക്കുന്ന ശബ്ദം. ഞാൻ കുയില. അയ്യോ അണ്ണാ, അപ്പുറത്തെ വിങ്ങിലെ ഫസ്റ്റ് ഇയർ ബാച്ചിന്റെ സിഗ്നൽ കുയില. കൺഫ്യൂഷൻ ആവോ? പുല്ല്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അണ്ണൻ കാക്ക എടുത്തോ? ആരും കാക്കയെ തൊട്ടിട്ടില്ല. കാക്കെങ്കി കാക്ക. നീ അച്ഛൻ വരുന്നുണ്ടോ നോക്ക്. അണ്ണാ, ഏത് റൂമിലാ ഐറ്റം ഇരിക്കുന്നത്? എന്താ ഐറ്റം? നീ കൂടുതൽ ചോദ്യം ചോദിക്കില്ലേ? അച്ഛൻ വരുന്നുണ്ടോ കുഴപ്പമില്ലേ? ഒളിച്ചു കയറ്റിയാ ഞങ്ങൾ കണ്ടുപിടിക്കത്തില്ലെന്നാ വിചാരം. ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഒറ്റയ്ക്ക് വെച്ച് സുഖിക്കുകയാണല്ലേ? നീ എന്താടാ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടി തരണം കേട്ടോ. എന്ത്? ജാക്ക് ഡാനിയൽസ്. അച്ഛൻ വരുന്നുണ്ട് നോക്കണ പട്ടി.
വെറുതെ നിന്റെ വാക്ക് കേട്ട് എന്റെ പിള്ളേർ സംശയിച്ചു. മുകളിൽ കാണുവച്ചോ? ആ എന്തായാലും ഇറങ്ങിയില്ലേ, മുകളിലത്തെ മുറികൾ കൂടി പരിശോധിച്ചേക്കാം. ഇതെന്തോന്നാണ് ഇത്? മൃഗശാലേ? ഡെയിലി ഇതിലെ കൂടെ മൂത്രം ഒഴിക്കുന്ന കുട്ടിക്ക് എന്താ പ്ലാൻ എന്താന്ന് പറയടാ. അളിയ പ്ലാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇവിടെ ഈ മുറിയിൽ നിർത്തുന്നു, എന്നിട്ട് വാതിൽ പുറത്തു നിന്ന് പൂട്ടുന്നു. ഫാദർ ചെക്കിങ്ങിന് വരുമ്പോൾ ഞാൻ ഒരു സിഗ്നൽ കൊടുക്കുന്നു. അന്നേരം ഇവൾ ഈ വഴി കൂടി ഇറങ്ങി ഈ സൺഷെയ്ഡിൽ ഒളിച്ചു നിൽക്കുന്നു. ചെക്കിങ് കഴിഞ്ഞ് ഫാദർ പോകുന്നു, ഇവൾ തിരിച്ചു കയറുന്നു, നമ്മൾ വാതിൽ പുറത്തു നിന്ന് പൂട്ടുന്നു. ആരും അറിയുന്നില്ല. എങ്ങനെയുണ്ട്? നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുതല്ലേ. പിന്നെ ഒരു റിഹേഴ്സൽ വേണമെങ്കിൽ നടത്തിക്കോ. അവസാനം മുറി തുറക്കുമ്പോൾ ജനലിൽ കുരുങ്ങിയിരിക്കരുത്. അതൊന്നും വേണ്ട, ഇവളിതിൽ എക്സ്പേർട്ടാ. എക്സ്പേർട്ട്. കുട്ടിക്ക് വല്ല കരിക്കിൻ വെള്ളമോ റെഡ് ബുള്ളോ എല്ലാം വേണം ഫോർ എനർജി. കുറച്ച് വിഷം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് പേറ്റുന്ന വരുമ്പോഴാണ് അവൻ്റെ IPL പോടേ. പിന്നെ ഇറങ്ങിയിട്ട് ഈ കമ്പി പഴയ പോലെ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ പണി മൊത്തത്തിൽ പാളും. കേട്ടല്ലോ? ആ ശരി ശരി, വാ പോവാം. ഫാദർ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞില്ലോ, യക്ഷി പല രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും വരും. ബി റൈറ്റ് ബാക്ക്. ഒലിപ്പിക്കാതെ വാടക ഇങ്ങോട്ട്. സിഗ്നൽ ഇട്ട് 1/2 മണിക്കൂറായി. ബാനു ബാമനെ. ഗുഡ് മോർണിംഗ് അല്ലേ? എങ്ങോട്ടാ മുറിയൊക്കെ പൂട്ടി 3 പേരും? എവിടെ നാലാമൻ? നമ്മൾ 3 പേരേ ഉള്ളൂ. എനിക്ക് ഇവന്മാരാച്ചോ സംശയം. ഇവന്റെയൊക്കെ റൂമിൽ കാണും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇവരുടെ റൂം പരിശോധിക്കാം. ഇവന്റെ റൂമിൽ നിന്ന് രാവിലെ കൂടെ ഞാൻ ചെക്ക് ചെയ്തല്ലേ, അതിനകത്തൊന്നും കാണില്ല. അത് വിട്ടേ. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. ഫസ്റ്റ് ഇവിടുന്നാകാം. തുറന്നേ. കണ്ട കണ്ട ഞെട്ടിയത് കണ്ട. അപ്പിനകത്ത് കുപ്പിയുണ്ട്. എന്തോ പോണോർന്നു. നീ തുറക്ക്. അല്ലച്ചോ, ഇതിപ്പോ അങ്ങോട്ട് പൂട്ടിയല്ലേ ഉള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്തോട്ട്. വേറെ 1-2 മുറിയൊക്കെ പൂട്ടിയിട്ട് ഇത് തുറന്നാ പോരെ? ഇപ്പൊ തുറന്നാലും അതെങ്ങനെ ശരിയാവും? ഇപ്പോഴങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. കുറച്ച് സമയം കൊടുക്കണ്ടേ? സമയം എന്തിന്? ഒന്നുമില്ല ഫാദർ, ഞാൻ തുറക്കാം. അപ്പോ ഫാദറിന് ഇപ്പൊ എന്റെ മുറി ചെക്ക് ചെയ്യണം അല്ലേടാ റെമോ? അതേടാ കോശി, അതായത് നമ്മൾ ഇപ്പൊ പൂട്ടി ഇറങ്ങിയ മുറി ഫാദർ ഇപ്പൊ തന്നെ തുറക്കണമെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. കഥ തുറക്കണ. പിന്നെ പെതുക്കെ പറഞ്ഞാ മതി. ഞാൻ പൊട്ടണൊന്നും അല്ല കേട്ടോ. വേഗം തുറക്കടാ. 1 മണിക്കൂർ. അയ്യോ താക്കോല് താഴെ പോയല്ലോ. താക്കോല് താഴെ വീണിട്ടുണ്ടേ. അയ്യോ കൈ കൊടുക്കുമ്പോഴില്ലേ? അയ്യോ ഇല്ലല്ലോ. അയ്യോ കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കും. ഇന്നടെ താക്കോലി തുറക്ക്. തുറക്കടാ. അച്ഛ പതുക്കെ. ശരിക്കും ഈ മദ്യത്തിന് എന്ത് കളറാളിയാ? പച്ചയാണ് എന്തോന്നളിയാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സൺഷൈഡിലും വെച്ച് വാറ്റുന്ന ടീമാ. വിശ്വസിക്കാൻ പറ്റൂല. കമ്പി എങ്ങാണെങ്കിൽ വരൂടെ? ഇന്നത്തോടെ ഈ കമ്പിക്കളി ഒന്നുമില്ല. ഈ ശാന്തന്റെ ഓരോ കാര്യങ്ങള്. ശാന്തപ്പാ, ഇവിടെ ഒന്നുമില്ല. വാ ഫാദർ. റെമോ വാ, നിന്റെ റൂം തുറക്ക്. വാ തുറക്കാം. ഒരു കുഴപ്പമില്ല. ഇത് ഇന്ന് ഞാൻ തെളിയിക്കും മോനെ. എത്തിയാ? ഇല്ലടാ ചത്തു. അടുത്ത് നിന്റെ റൂമാ. ശരി. നീ പോരാ.
അവളെവിടെ? കേറിപ്പോര്. എന്റെ കമ്പി കാത്തു. ഇവക്കിത് സ്ഥിരമാണല്ലേ. അതിനകത്തൊക്കെ കൈയിടുന്ന സൂക്ഷിച്ചു വേണം, അല്ല പാമ്പോ പഴുതാരൊക്കെ കാണും. അയ്യോ, എന്താടാ പാമ്പ് കടിച്ചോ? അല്ലച്ചോ, അന്ന് ബാനുവിന്റെ മുറിയിൽ യക്ഷിയെ കണ്ട ദിവസം ഉണ്ടായിരുന്ന അതേ മണം. ഈ മുറിയിലോ? ഈ മുറിയിലല്ലോ, കോച്ചിയുടെ മുറിയിൽ. ഇയാളെന്താ പട്ടിയാണോ ഇത്രയും ദൂരത്ത് മണം പിടിക്കാൻ? ഞാൻ അവിടെ വെച്ചാ മണം പിടിച്ചാടാ. നമുക്ക് ആ മുറി ഒന്നുകൂടി പരിശോധിക്കാച്ചോ, അവിടെ യക്ഷി ഉണ്ടാച്ചോ. പിന്നെ ആദ്യം ബാനുവിന്റെ മുറിയിലായിരുന്നു യക്ഷി, ഇപ്പൊ കോശിയുടെ മുറിയിലായി. നാളെ പറയാം അച്ഛന്റെ മുറിയിലുണ്ട്. എന്റെ പൊന്നച്ചോ, ഇയാള് വെള്ളമാ. നീ എടാ വെള്ളം, ഇവന്മാരെല്ലാം വെള്ളാച്ചോ. എന്റെ പിള്ളേരെ പറ്റി ഞാൻ ആവശ്യം പറഞ്ഞുണ്ടല്ലോ. അച്ഛന്റെ പിള്ളേര് വിശുദ്ധമാരി സമ്മതിച്ചു. ഇപ്പൊ അതല്ല അച്ഛൻ ഇവിടുത്തെ വിഷയം. അച്ഛൻ ആ മുറി ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഉറപ്പായിട്ട് അവിടെ യക്ഷിയുണ്ട്. ഫാദർ ഉണ്ടെങ്കിൽ യക്ഷി അടുക്കൂല. പ്ലീസ് ഫാദർ, പ്ലീസ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായി. പ്ലീസ് ഫാദർ, പ്ലീസ് ഫാദർ. ആ ശരി ശരി, ആദ്യം ഇവിടെ കഴിയട്ടെ. അടുത്ത പണി വരുന്നുണ്ടാ. ഫാദർ വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്ര പെടുത്ത് മാറ്റാൻ എന്തുവാണ് കാര്യം? ആ സൺഷൈഡ് നിർത്തിയാ പോരെ? നിന്നെ സൺഷൈഡ് ഇട്ടാണുണ്ടാക്കി. എന്ത് പറഞ്ഞാൽ എന്റെ മുറി കൊണ്ടുപോകാൻ പറ്റില്ല. ഫാദർ അടുത്ത് അങ്ങോട്ട് പറ്റില്ല. ഇവന്റെ മുറി അടുത്താ, അവിടെ വരെ പോകുന്ന റിസ്കാ. പിന്നെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് മുറി ആരുടെ? നീ വന്നേ. എന്തിനാ? വാ പറയാം. അവളെ ഇതിനകത്തേറ്റാ. പൊട്ടാ, ഇത് പൂട്ടിയേക്കാണല്ലോ. താക്കോലോടെ കുടിച്ചിരുന്നു. ഈ എന്നെ മുകളിലോട്ടാ. അച്ഛോ, ഇതൊക്കെ ഓറല്ലേ അച്ഛോ? ഇത് ലാസ്റ്റാ. ഇന്ന് യക്ഷിയെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ. ഇന്ന് കിട്ടുവച്ചോ, ഇന്ന് കിട്ടിയിരിക്കും. അല്ലേ നിനക്കിട്ട് കിട്ടും. ഒരു യക്ഷി ഇവളെ ഇങ്ങനെ ഇവിടെ നിർത്താനൊക്കെ ആ സാധനം ഇപ്പൊ വരും. അതിനു മുന്നേ ഇവിടെ നമ്മുടെ മുറി കയറ്റണം. അതിന് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ആദ്യം പോയി നോക്ക്. അത് ഞാൻ നോക്കാം. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് യക്ഷി യക്ഷി എന്ന് പറഞ്ഞു ഇവിടെ മിണ്ടിപ്പോരുന്നു. എവിടെ യക്ഷി? സത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് മണം അടിച്ചാണെന്ന്. എന്നിട്ട് ഇപ്പൊ എവിടെ പോയടാ നിന്റെ മണം? അത് തന്നെയാണ് ഞാൻ ആലോചിക്കണത്. ഇപ്പൊ മണമില്ല. നീ എന്റെ അടുത്ത് കളിക്കരുത്, ഇറങ്ങി പോടാ. വലിച്ച് എന്തൊന്നാടാ ഇത്? ഇതുവരെ കഴിഞ്ഞില്ലേ നിങ്ങളുടെ റിഹേഴ്സല്? എടാ വിഗൂര് വെച്ചിട്ട് റൂമിൽ പോടാ. ചുമ്മാ വിഗും വെച്ച് മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ബാക്കിയുള്ള വീട്ടിൽ പോയിട്ട് ഒരു മാസമായി. നിക്ക്. ഇവനെന്താ ഇവനെന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഒരു മിനിറ്റ്. മറഞ്ഞു നിക്കണം. നമ്മുടെ അച്ഛനും കപ്പേരുള്ള അടി കപ്പേരെ കൂട്ടുപണി. ഇനിയിപ്പോ ഞാൻ കേറും, അപ്പൊ കപ്പേര് പുറത്തിറക്കും, അപ്പൊ അച്ഛനും കപ്പേരും കൂടെ എന്തെങ്കിലും ഒക്കെ ചെയ്യും. ഇനി കേറിക്ക. കഴിവറുത്ത മോനെ തന്തരത്തിലുണ്ടോ? പൊടിയായിരുന്നു, ഒന്ന് വൃത്തിയാക്കാന്ന് വെച്ച്. ഷട്ടി പരിപാടി കാണിക്കരുത്. പറ്റില്ലല്ലോ. കഷ്ടിച്ച് രക്ഷപ്പെടുന്ന പറഞ്ഞാൽ മതി. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ? എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം? ഓ, അതാമരാ പെൺവേഷം കെട്ടി വീണ്ടും ഇറങ്ങിയിരിക്കണത്. നീ വാ. എന്തോന്നടേ ഇത്? സിഗ്നലുകൾ ജാമാകുന്ന ശബ്ദ. എല്ലാമാരും ഇവിടെ ഇപ്പൊ ബില്ലാടൻ വരെ കയറ്റി ഒളിപ്പിച്ചോണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബില്ലാടൻ ചത്തു. ചത്തോ? നീ എന്തായാലും ചെടി അവിടെ നിന്ന് മാറ്റി വെച്ചത്. എപ്പോ? ഞാൻ മാറ്റിന്നോ? അപ്പൊ നീ മാറ്റിയില്ലേ? എടാ മഹാഭാവി, അച്ഛൻ ചെക്കിങ്ങിന് വരുന്ന വിവരം പറഞ്ഞ് നീ അത് മാറ്റി കാണുന്നല്ല ഞാൻ വിചാരിച്ചേ. ഞാൻ സിഗ്നൽ കൊടുക്കാൻ താഴെ പോയ സമയത്ത് നീ മാറ്റുന്നല്ലേ ഞാൻ വിചാരിച്ചത്. പോടാവില്ലേ ഇങ്ങോട്ട് വാടാണ് ആറി. ബുക്ക് വെക്കുന്ന ഷെൽഫിൽ ബുക്കൊന്നും ഇല്ലല്ലോടാ, പാത്രം വന്നല്ലോ. ഇവനൊക്കെ പഠിക്കാൻ വരുന്നോ അതോ തിന്നാൻ വരുന്നു? അയ്യോ, അങ്ങോട്ട് വാ. മറിഞ്ഞേക്ക്. അടുത്ത് ഇതെന്താ ട്രെയിൻ അടിപ്പെട്ടതോ? ടിപ്പിക്കൽ മലയാളി പിള്ളേര് തന്നെ. വെറുതെ ഇങ്ങനെ ഇല്ല ഫാദർ, ഒന്നുമില്ല ഫാദർ. മാറടാ.
ഞാൻ പോവാ. ഇപ്പൊ പോയ സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും. ചട്ടിയിരിക്കട്ടെ, സ്റ്റേഷനിലായാലോ. വാടാ. ഐ വാസ് റോങ് അബൌട്ട് യു. ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല ശീലങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? മുറിയിൽ ഒരു ചെടി വളർത്തുന്നതിലൂടെ ജീവന്റെ മൂല്യത്തിന് വില കൽപ്പിക്കുകയാണ് നിങ്ങൾ. എന്നും കൃത്യമായി വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മളെപ്പോലെ തന്നെയാ വിശപ്പും ദാഹവും ഒക്കെ ചെടികൾക്കുമുണ്ട്. കളിയാക്കുവാണോടി? ആട്ടെ, എന്ത് ചെടിയാ ഇത്? വാഴ. പോടാ അവിടുന്ന്. ആഫ്രിക്കൻ ദ്വീപുകളായ സുമാത്ര, ജാവയിൽ മാത്രം കണ്ടു ഒരു പ്രത്യേകം പായലാണോ ചോദിച്ചത്? എനിക്കും അത് തോന്നി. ശാന്തപ്പ, നീ ഇനി വന്നേ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ജൈവവളം എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. അതങ്ങ് പിള്ളേർക്ക് കൊടുത്തേരെ. ഇതിനിട്ടാൽ ഷടേന്നങ്ങ് വളർന്നോളൂ. അപ്പൊ ശരി മക്കളെ. ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്. ഈ ചെടിയുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ഇതോ? കഞ്ചാവ്. ഞാൻ പുറത്തുനിന്ന് പറയണ കേട്ട് വെറും പായൽ വളം ഞാനിപ്പൊ കൊണ്ടുവരാം. പിള്ളേരൊക്കെ നന്നായി പോയി. എന്തുവാണ് ഇത്? എനിക്കൊന്നും കേക്കണ്ട. ഞാൻ ഇതിനകത്ത് വിട്ടിട്ട് ദിവസം 2 കഴിഞ്ഞു. എന്ന് പറഞ്ഞ മനഃപൂർവ്വമല്ലോ, തുറക്കാൻ പറ്റാത്തോണ്ടല്ലേ? ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞേക്കണേ. പക്ഷെ അതെത്ര ഇത് ഞാനാ. തുറക്ക്. എന്നാ പിന്നെ ഒരു മൈക്ക് സെറ്റ് എടുത്ത് തരാടാ. നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ഒരൊറ്റ കേറ്റ് വെച്ചെന്നുണ്ടല്ലോ. എന്ത് വാടാ? ഞാൻ ഞാൻ പോവാ. നീ എന്തുവാടി കാണിക്കുന്നത്? നിനക്ക് പ്രാന്ത് പിടിക്കുന്നു. അതിഷ്ടലക്ഷ്മി കൈവിടാൻ പോവരുത്. ലച്ചു കൈ ഞാൻ പിന്നെ എന്തുവാടാ ചെയ്യുന്നേ? അയ്യോ, അയ്യോ, ചോര ചോര. അയ്യോ, ബ്രൂണോ വീണു. അതെന്റെ ടീഷർട്ടാണ് പന്നി. അയ്യോ, ചോര നിൽക്കുന്നില്ലല്ലോ. വെള്ളത്തിൽ മുക്കി പിടിച്ചാൽ ഓടാ വേണ്ട. എവിടെന്നെങ്കിലും പോയി രക്ഷ എടുത്തോണ്ട് വാ. ഹാർപ്പിക്ക് മതിയോ? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? എന്തുവാ? ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ? ഇടേ, ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നേ. ഒട്ടത്തരം പറഞ്ഞ മിണ്ടാലിയടാ. ഇവിടെ ഉള്ള ഓരോരുത്തരും എങ്ങനെയും പുറത്തിറക്കാൻ നോക്കുമ്പോൾ നീ വെളി നാളെ വിളിച്ചോണ്ട് വരുന്നോ? ഒരു തുണി വെച്ച് കെട്ടിരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടെ തലയ്ക്കുന്ന പ്രാന്തുണ്ടോ? നിന്റെ സൂക്കിൽ എനിക്ക് മനസ്സിലായി. നീ വാ, ഞാൻ കണ്ടു. നമുക്ക് നിർത്താം. കഥ ഇങ്ങോട്ട് വാടാ. റാമ്പോ കൈ അനക്കാതെ വെക്കണേ. വേദനിച്ചോ? ഇല്ലല്ലോ, സാരില്ല കേട്ടോ. മതിയടാ മതി. നിന്റെ തുപ്പല് വീണ അവിടെ പഴുക്കും. സാരില്ല കേട്ടോ, ഞാൻ ഒരു തരാം. അടുക്കളയിലൊന്നും കയറാറില്ലല്ലേ? നല്ല സോഫ്റ്റ് കൈ. ലക്ഷ്മി, നല്ല സുഖം. തൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ താനും കൂടെ മനസ്സിലാക്കണേ. എന്തവസ്ഥ? മതിയല്ലേ? എന്തായാലും ഇത്രയായില്ലേ? ഇന്നൊരു ദിവസം കൂടെ താൻ ഞങ്ങൾക്ക് തരണം. ഇന്ന് രാത്രി എന്തൊക്കെ സംഭവിച്ചാലും ശരി, തന്നെ ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും. ഉറപ്പ്. തനി ഭക്ഷണം കഴിക്കും. അതെ, കഴിക്കില്ലച്ചു. നല്ല വടയും സാമ്പാറുണ്ട്. ഞാൻ വേണമെങ്കിൽ വാരി തരണ്ടല്ലേ? കുട്ടി കഴിച്ചോളൂ. എങ്ങനെ ഇറക്കാനാ പ്ലാൻ? ഇന്ന് തന്നെ ഇറക്കണം. പലർക്കും ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സമയം പോകുന്നോറും റിസ്കാ. അതൊന്നുമല്ല എൻ്റെ പേടി. മുന്നും പിന്നും ആലോചിക്കാതെ എടുത്ത് ചാടുന്ന ആളാ എൻ്റെ അപ്പ. കൂടെ കുറെ ഗുണ്ടകളും. എന്തോ ഭാഗ്യം കൊണ്ട് അപ്പ ഇതുവരെ ഇവിടെ വന്നില്ല. പക്ഷെ അതെപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പ ഇവിടെ വന്നാലുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ.
ഒന്ന് മാറിപ്പോടാ. എന്ത് വ്യാളിയാണ്. എന്തുവാട് അളിയ കഥ ഓർക്ക് ഞാനാ. ആ വരുന്നടാ. കൈരെങ്കിലും ഒന്ന് താഴ്ത്തിയിടണം. മിനറൽ വാട്ടറാ. അതെ, ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതിയേ. ഹലോ. ഡേയ്, എന്തോന്നടാ ഈ കാണിക്കണത്? ഇപ്പൊ നീ അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഏണി ചവിട്ടി ഇറങ്ങുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഇറങ്ങി നോക്കുമ്പോഴേ അതിന്റെ പാട് അറിയൂ. കുട്ടി വരുന്നു, നമുക്കൊന്ന് വാമപ്പ് ചെയ്ത് നോക്കാം. കുട്ടി വരുന്നില്ല, തന്നെത്താൻ അങ്ങ് വാമപ്പിയാ മതി. ഓക്കേ. സിലി ബോയ്സ്, സ്വാൻ കൾച്ചർ ഇസ് ദി എക്സർസൈസ് ഈസ് ഡൂയിങ്. കുട്ടി പിടിക്കണ്ട കേട്ടോ, ഇവര് പറയുന്ന പോലെ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിൾ ആണ്. ഞാനില്ലേ കൂടെ? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. എന്നാ പിന്നെ ഞാനൊരു ബക്കറ്റ് സോപ്പ് എടുത്തോണ്ട് വരാടി. 10 രൂപ ടിക്കറ്റ് വെച്ച് ഷോയും നടത്താം. അയ്യാ റെഡി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, ഒന്ന് കുളിക്കാനുള്ളത്. ഞാൻ ആകെ മുഷിഞ്ഞ നാറി. ഈ കോലത്തെ വീട്ടിൽ കറിച്ചെന്ന വീട്ടുകാരെന്ത് വിചാരിക്കും? അതെന്താ, നമുക്ക് ബാത്റൂമിൽ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാലോ. കുറച്ചുകൂടെ ഇരട്ടിക്കോട്ടെ. റമോ, നീ ചുമ്മാതിരി. നീ കൊറേ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ആദ്യം നീ പോയി കുളി. ഈ കാര്യത്തിൽ ഞങ്ങൾ റമോടെ കൂടെ. കുളിക്കാനുള്ള അവകാശം ഒരു പൗരന് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഞാൻ ഇവന്റെ കൂടെയാ. അതെ, അധിഷ്ഠലക്ഷ്മിയെ കുളിപ്പിച്ചിട്ടേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. നിനക്കൊക്കെ ഇതെന്ത് പറ്റിയടാ? എടാ, ഈ കൊച്ചൊന്ന് കുളിച്ചെന്ന് വെച്ചിട്ട് നിനക്കെന്താണോ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. അവസാനം അച്ഛൻ പൊക്കിയ. ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാരും കൂടെ പങ്കിട്ടെടുത്തോ. ഞങ്ങളേറ്റു. അതെ അതെ, കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട. കുട്ടിയെ കുളിപ്പിച്ചിട്ടേ ഇനി ഞങ്ങൾക്ക് മാറിക്ക്. ഇനി എനിക്ക് വിശ്രമമുള്ളൂ. വേറെ സോപ്പുണ്ട്, വേറെ സോപ്പില്ലേ? എന്ത് മാറ്റിക്കാതെ തേക്കാത്ത സോപ്പ് എടുത്ത്. എടാ മൈ മരയോന്തേ. നിന്റെ ടെൻഷൻ കണ്ടാ തോന്നുന്നില്ല അവള് പ്രസവിക്കാൻ കിടക്കുവാന്ന്. ഡേയ്, നീ എല്ലാം കൂടെ എന്തിനാടേ ഇവിടെ കുച്ചടിച്ച് നിൽക്കണത്? അത് തന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. അവള് കുളി തുടങ്ങി കാണുമോ ദ്വാരപാലക? ഡേയ്, ഒരു പെങ്കൊച്ചു കുളിക്കണടത്ത് എല്ലാം കൂടെ കൂടി ഇന്ന് കൂത്താടി കള. ഇവിടെ ഞാൻ മാത്രം മതി. നിന്റെ ഭാര്യ എന്നല്ല കുളിക്കുന്നേ ആണോ? അല്ല, ചെലപ്പോ ആയാല പറയാൻ പറ്റില്ലല്ലോ. തുടങ്ങി. ഇത് അവള് കുളിക്കുന്ന ശബ്ദമാണോ അതോ വൃത്തിയോട്ടവനെ? എന്താ പെണ്ണുങ്ങൾക്ക് മൂത്രം ഒഴിച്ചുകൂടെ? ആഭാസന്മാർ ഇങ്ങനെയൊക്കെ നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവിക മരണമായിരിക്കും. അതെന്താ ഇവനെയൊക്കെ നാട്ടുകാർ തല്ലി കൊല്ലുന്നേ? അതെങ്ങനെ സ്വാഭാവിക മരണമാണെന്ന്? നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചത് സ്വാഭാവികമാണല്ലോ. അയ്യ, നല്ല ഹ്യൂമർ സെൻസ്. ഇതും വെച്ചായിരിക്കും നീ അവളെ വളയ്ക്കാൻ പോണത് അല്ലേ? വളയ്ക്കാനോ? ആരെ വളയ്ക്കാൻ? ഓഹോ, അപ്പൊ നിനക്ക് ഇതുവരൊന്നും മനസ്സിലായില്ലേ? നമ്മുടെ ദ്വാരപാലകൻ അവളോട് ഒരു ഇത്. ഏത് പ്രേമം? എന്തായിരുന്നു പ്രകടനം? തുണി വലിച്ചു കീറുന്നു, കൈകെട്ടി കൊടുക്കുന്നു, കുളിപ്പിക്കാൻ കൊണ്ടുവന്നു. ഒന്ന് പോളിയാടുന്നു, ചുമ്മാ അനാവശ്യം പറയാതെ. പ്രേമൊന്നുമില്ല അളിയാ, ഒരു താല്പര്യം. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവില്ലേ?
നമ്മുടെ ഹോസ്റ്റലില്